അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മക്ക എന്ന അതിലുള്ള ഹറം, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന മിനയും അറഫയും മുസ്ദലിഫയും ഒക്കെ ലക്ഷ്യമാക്കി ലക്ഷക്കണക്കായ ഹാജിമാർ, ഹജ്ജുമ്മമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരുടെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. പലരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പോകാനിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എന്തിനാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വലിയ ശാരീരികമായ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ച് സമയം ചെലവാക്കി എന്തിനാണ് ഈ ലക്ഷക്കണക്കായ ഹാജിമാർ അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി പോകുന്നത്? കേവലം ടൂറ് പോകാനോ അവിടുത്തെ രസം കാണാനോ ആൾക്കൂട്ടം കാണാനോ ഒന്നുമല്ലല്ലോ അവർ പോകുന്നത്. അവരുടെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യം അവർ മാറ്റിവെച്ച്, അവരുടെ ജീവിതത്തിൽ ഏറെ ഉണ്ടാക്കിയ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നാണയത്തുട്ടുകൾ എടുത്ത് ശേഖരിച്ചു വെച്ച് അവരുടെ വലിയൊരു പ്രതീക്ഷയായ ഹജ്ജ് അത് നിർവഹിക്കാൻ പോകുന്നത്. ഹജ്ജ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിൻ്റെ ഭവനത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ആ ഹജ്ജിന്റെ കടമ പൂർത്തിയാക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനും നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറലല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു. ഫഖാല റജുലുൻ, അപ്പോ സദസ്സിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീറ്റ് എന്ന് ചോദിച്ചു, അകുല്ലി ആമിൻ അഫി കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, റസൂലെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അത് കേട്ട ഭാവം നടിച്ചില്ല. അയാൾ വീണ്ടും ചോദിച്ചു, അഫി കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായി ഭവിച്ചില്ല. എന്താ ചോദിക്കണത്? എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? മൂന്നാമതും ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ലൗ ഖുൽതു നഅം, ഞാനെങ്ങാനും നഅം, അതേ, എല്ലാ കൊല്ലവും നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലവജബത്ത് ലമസ്തതഅതും, അത് നിങ്ങൾക്ക് നിർബന്ധമാകുമായിരുന്നു. അങ്ങനെ നിർബന്ധമായാൽ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആവശ്യമില്ലാത്ത ചോദ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ള ഒരു കാര്യം പറയുമ്പോൾ അല്ലാഹ് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവാണോ എത്ര വട്ടമാണോ എന്നൊന്നും ചോദിക്കരുത്. അത് ബനൂ ഇസ്രായേലരായ ആളുകളുടെ സ്വഭാവമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് പശുവിനെ അറുത്താൽ മതി. ഒരു ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്, എന്താണ് അതിന്റെ കളറ്, എന്താണ് അതിന്റെ നിറം, ഇങ്ങനെ ഓരോന്ന് കോംപ്ലിക്കേഷൻ ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇറക്കണം. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ചെയ്താൽ മതി. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്താണത്. ഇസ്ലാം ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണായിട്ട് പോലും ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ചോദിച്ച് എല്ലാ വർഷവും ചെയ്യണമെന്ന് വെച്ചാൽ അതെ എല്ലാ വർഷവും ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ പൊരുൾ. നോക്ക് നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മ ഫറഗ ഇബ്രാഹിമു അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ബിനാഇൽ ബൈത്തി, ഇബ്രാഹിം നബിയോട് അള്ളാഹു കഅബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. കഅബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. കഅബയുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്, ഇബ്രാഹിമേ, ആളുകളെ വിളിച്ച് വിളംബരം ചെയ്യണം, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരു വരട്ടെ, കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരട്ടെ. ആരോടെ പറഞ്ഞു? ഇബ്രാഹിം നബിയോട്. അവിടെ ആരാ ഉള്ളത്? അവിടെ ആരുമില്ല എൻ്റെ പ്രിയമുള്ള സഹോദരിമാര്. അവിടെ ഹാജറുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, അതേപോലെ തന്നെ ഇസ്മായിൽ ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ഒരു മനുഷ്യനുമില്ല.
പിന്നെ കുറെ കുന്നുകളാണ്. നമ്മൾ മക്കത്തും മദീനത്തും പോയ ആളുകളാണ്, നമുക്കറിയാം. കുറെ കുന്നുകളാണ്, മൊട്ട കുന്നുകളാണ്. വേറെ ഒന്നും അവിടെ ഇല്ല, ഒരു മനുഷ്യനില്ല. ഇബ്രാഹിം നബി ചോദിച്ചു അള്ളാഹുവേ, ഖാല യാ റബ്ബി വമാ യബ്ലുഗു സൗതി, എന്റെ ശബ്ദം എത്തൂലല്ലോ, ലോകത്തുള്ള ആളുകളിലേക്ക് എന്റെ ശബ്ദം എത്തൂലല്ലോ. ഞാനിപ്പോ ഈ സൊഫാ കുന്നിൽ കയറി അല്ലെങ്കിൽ ഒരു കുന്നിൽ കയറിയിട്ട് വിളിച്ചു പറയാണ്, ആൾക്കാരെ നിങ്ങൾ ഹജ്ജിന് വരണം എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഓ അദ്ദിൻ, ഇബ്രാഹിമേ നീ വിളിച്ചു പറഞ്ഞോ, അലയ്യൽ ബലാഗ്, എത്തിക്കുന്നത് ഞാനേറ്റു, അത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫനാദ ഇബ്രാഹിം, ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, കതബല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈത്തിൽ അതീഖി ഫഹുജ്ജൂ, ജനങ്ങളെ, മാലോകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കഅബാലയത്തിൽ വന്നുകൊണ്ട്, ഈ പരിപാവനമായ പുരാതനമായ കഅബാലയത്തിൽ വന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യണം കേട്ടോ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു. എവിടേക്കാണ്? വായുവിൽ അങ്ങോട്ട് പറയണം. അള്ളാഹ് പറഞ്ഞു, പിന്നെ വേറെ വർത്താനില്ല, പിന്നെ വേറെ സംസാരമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയാണ്, ഫസമിഅഹു മാ ബൈന സമായി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം അത് കേട്ടു. അഥവാ എല്ലാവരും അത് കേട്ടു, കേൾക്കേണ്ടവരൊക്കെ കേട്ടു. അഫലാ തറാ, നീ കണ്ടില്ലയോ, അന്നാസ് യജൂഊന മിൻ അഖ്സൽ അർദി യുബല്ലൂൻ, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലക്ഷക്കണക്കായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിളി കേട്ടവരാണ് വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് കിട്ടിയ ആളുകൾ അവിടെ വരികയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിളിയാളം എത്തിച്ച ആളുകൾ വരികയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിൽ പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ ഹമീഖ്. ഇബ്രാഹിം നബിയെ വിളംബരം ചെയ്യണം. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും അതേപോലെ തന്നെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും മലമ്പാതകൾ താണ്ടിക്കൊണ്ട് ഈ കഅബാലയത്തിലേക്ക് ആളുകൾ വരും. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞപ്പോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളംബരം നടത്തിയപ്പോ വ അസ്മ, അത് കേട്ടു, വ അസ്മ, അത് കേൾപ്പിക്കപ്പെട്ടു. ആര് കേൾപ്പിച്ചു? അള്ളാഹു കേൾപ്പിച്ചു. അന്നുതുഫ ഫിൽ അസ്ലാബ്, മനുഷ്യന്മാരുടെ മുതുകുകളിലുള്ള ബീജങ്ങൾ അത് കേട്ടു. മനുഷ്യന്മാരുടെ മുതുകുകളിലുള്ള, പുരുഷന്റെ മുതുകിൽ നിന്നാണ് ബീജം വരുന്നത്, നമുക്കറിയാം. അഥവാ കോടാനുകോടി മനുഷ്യന്മാര്, കാലാകാലം ഇനി വരാനിരിക്കുന്ന മനുഷ്യന്മാരുടെ അർവാഹുകൾ, ബീജങ്ങൾ അത് കേട്ടു എന്ന് മാത്രമല്ല, എന്നിട്ട് പറയുകയാണ്, വൽ അജിന്നത ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള ശിശുക്കൾ അത് കേട്ടു എന്നാണ്. എങ്ങനെയാണ് കേൾവി നമുക്കറിയില്ല, പക്ഷെ അത് കേട്ടവർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾപ്പിച്ചവർ അത് അവരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വഅജാബു അന്നിദാ, ഈ നുതുഫകൾ, ബീജങ്ങൾ പോലും, അതേപോലെ തന്നെ ഗർഭാശയത്തിലുള്ള ശിശുക്കൾ പോലും ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് ഇവരെല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് കിട്ടിയ ആളുകൾ ഓരോ വർഷവും അല്ലാഹുവിന്റെ പരിപാവനമായ ഹജ്ജ് കർമ്മത്തിലേക്ക്, കഅബാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കുടുംബം ഏകദേശം, അദ്ദേഹം ഫിലസ്തീനിൽ നിന്നാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചോരപ്പൈതൽ, ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിലാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോരപ്പൈതലിനെ നൽകി, കൊച്ചു ഇസ്മായിലിനെ നൽകി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൈതലിനെയും വളർത്തിക്കൊണ്ട് ആ പൈതലിനെ കണ്ട് കൊതിതീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമെ പറ്റൂല, മക്കത്ത് കൊണ്ടാക്കണം, ഇവിടെ പറ്റൂല. അങ്ങനെ തന്റെ ചോര പൈതലിനെയും അതേപോലെ തന്നെ ആ പൈതലിന്റെ ഉമ്മയെയും ഹാജറിനെയും പ്രിയപ്പെട്ട ഭാര്യയെയും അദ്ദേഹം ആ ഫലസ്തീനിൽ നിന്നും എത്രയാണ്, ഏകദേശം 1500-ലധികം കിലോമീറ്ററുകൾ താണ്ടി മക്കത്ത് പോയ ആളുകൾക്കറിയാം എങ്ങനെയാണ്. ഇന്നത്തെ പോലെ റോഡുണ്ടോ, വാഹനമുണ്ടോ, സൗകര്യമുണ്ടോ? ഒരു മനുഷ്യൻ, ഏതാ പ്രായം? ചെറുപ്പക്കാരനാണോ? അല്ല. എപ്പോഴാ കുഞ്ഞുണ്ടായത്? വയസ്സേറെ ചെന്ന സമയത്ത്, ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിലാണ് കുഞ്ഞുണ്ടായിട്ടുള്ളത്. എന്നിട്ട് തന്റെ ചരിത്രത്തിൽ കാണാം, തന്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഉമ്മ വെച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. മാറോട് ചേർത്ത് പിടിച്ച് തന്റെ പ്രിയപ്പെട്ട ഹാജറിന്റെ കയ്യിൽ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും ഈത്തപ്പഴവും അതേപോലെ തന്നെ കുറച്ച് ഭക്ഷണവും കൊടുത്തുകൊണ്ട് നടക്കുകയാണ്. കുന്നുകളും മലകളും താണ്ടി തായ്വരകളിലൂടെ, കുറ്റിക്കാടുകളിലൂടെ, ഒന്നുമില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, മനുഷ്യന്മാരില്ലാത്ത വിജനമായ സ്ഥലത്തേക്ക് ഏകദേശം 2000 കിലോമീറ്റർ ഏകദേശം വരും. എവിടേക്ക്? മക്കയിലേക്ക് നടക്കണം. ചരിത്രത്തിൽ കാണാം, ഏകദേശം 5-6 പ്രാവശ്യമൊക്കെ
അദ്ദേഹം മക്കയിലേക്ക് നടന്നു വന്നിട്ടുണ്ടാകുമെന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മൾ പറയണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗം, എവിടെയാണ് ഈ ത്യാഗം? ഇതാണ് സഹോദരന്മാരെ. അള്ളാഹ് പറഞ്ഞു എന്നാ പോകന്നെ. നമ്മൾ എന്തിനാണ് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾക്ക് ഹജ്ജ് ചെയ്യാൻ, അതുപോലെ ഹജ്ജ് ഇപ്പം ചെയ്യാൻ കഴിയുമോ? നല്ല ആശങ്കയിലാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പല ഹാജിമാരും. സഫാ മറവ് നടക്കാൻ പറ്റുമോ? തിക്കിലും തിരക്കിലും പെടോ? ബുദ്ധിമുട്ടോ? ഇല്ല സഹോദരന്മാര്, ഒന്നും ഉണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാത്ത പ്രിയപ്പെട്ട റബ്ബ്, തീയിൽ നിന്നും ഇബ്രാഹിം നബിയെ കാത്ത റബ്ബ്, അതേപോലെ തന്നെ ചെങ്കടൽ പിളർത്തി നമ്മുടെ പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയ റബ്ബ്, ആ റബ്ബ് ഇന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വല്യമ്മമാരെ, ഹജ്ജിന് ഉദ്ദേശിച്ചിട്ടുള്ള സഹോദരിമാരെ ഉമ്മമാരെ നമ്മൾ എന്തിനാ ആശങ്കപ്പെടുന്നത്? ഒരു ബേജാറാകേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും അവിടെ ആക്കി പോവുകയാണ്. അതാണല്ലോ മക്കയുടെ ചരിത്രം. അവിടെയാണ് മക്ക എന്നൊരു രാജ്യമുണ്ടാകുന്നത്. മക്കയുടെ ചരിത്രം പിറവികൊള്ളുന്നത് അവിടെ ആക്കിയിട്ട്. എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റുമോ ഇബ്രാഹിമിന്? ഇല്ല, ഇബ്രാഹിമെ പോകണം. ആ ചോരപ്പൈതലിനെയും ഉമ്മയെയും അവിടെ ആക്കിയിട്ട് ആരല്ലത്? ഒരു തണല് പോലും, ഒരു പന്തലുണ്ടോ? ഇല്ല. ഒരു മനുഷ്യനുണ്ടോ? ഇല്ല. തൻ്റെ കഅബാലയത്തിന്റെ, അപ്പൊ കഅബാലയം ആരാ ഉണ്ടാക്കിയത്? മലക്കുകളാണ് ഉണ്ടാക്കിയത്. പിന്നെ ആദം നബി പുതുക്കി പണിതിരുന്നു. പിന്നെ അത് പുതുക്കി പണിയതാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. അതല്ല, ഇബ്രാഹിം നബിയാണ് ആദ്യം ഉണ്ടാക്കിയത്. കഅബാലയത്തിന്റെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു, അല്ല അത് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളും ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അവിടെ ആക്കിയിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ നടന്നിടന്ന് ഏതെങ്കിലും സൊഫാ കുന്നിന്റെ ഭാഗത്തുള്ളൊരു കുന്നിറങ്ങി ഇങ്ങനെ പോകുമ്പോ ഹാജർ നോക്കുമ്പോ തിരിച്ചു വരുന്ന കാണുന്നില്ല. ഭർത്താവ് തിരിച്ചു വരുന്നില്ല, പോവുകയാണ്. എവിടേക്കായി പോണത്? ആരാ നോക്കാനുള്ളത്? ഒരു 2 ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും കയ്യിലില്ല. ഈ ചോരപ്പൈതലിനും കൊണ്ട് എന്ത് ചെയ്യും? ഈ സമയത്ത് ഹാജർ കുറേ ദൂരത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവ് കുന്നിങ്ങനെ ഇറങ്ങി പോകുമ്പോ ആദ്യം ഇങ്ങനെ പിന്നെ ഏകദേശം മുട്ടുവരെ കാണുന്നുണ്ട്, പിന്നെ അരവരെ കണ്ടു. കുന്നിറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, ഇവിടെ നോക്കുമ്പോൾ പിന്നെ നെഞ്ചു വരെ കണ്ടു, പിന്നെ ഇങ്ങനെ തലഭാഗം കാണാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് വിളിച്ചു ചോദിക്കുകയാണെന്നാണ്. എന്ത്? അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്താണിത്? അല്ലാഹ് കൽപ്പിച്ചതാണോ? ഇത് ബാലരമ കഥയില്ല പ്രിയമുള്ളവരെ, അല്ലാഹ് കൽപ്പിച്ചതാണോ? ഹാജറിന്റെ ചോദ്യം ചരിത്രത്തിൽ കാണാം. തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു എന്നാണ്. തിരിഞ്ഞു നോക്കിയാൽ ഒരു ചോര പൈതലിനെയും സൂര്യന്റെ താഴെയിട്ട് ഒരു പന്തല് പോലുമില്ലാത്ത, ഒരു മനുഷ്യൻ പോലുമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഒരു മരുപ്പറമ്പിൽ, ഒരു മൊട്ടക്കുന്നിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ മനസ്സൊന്ന് പതറിയാലോ അല്ലേ? തിരിഞ്ഞു നോക്കാതെ പറയും, അതെ എന്നോട് അല്ലാഹു അമറനീ ബിഹാ, എന്നോട് റബ്ബാണ് ഇത് കൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഹാജർ പറയുന്നൊരു വർത്തമാനമുണ്ട്. ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരെ, ഇതല്ലായുന, അങ്ങനെയാണെങ്കിൽ റബ്ബ് ഞങ്ങളെ കൈവടിയില്ല. അവരുടെ തഖ്വയാണ്, അവരുടെ തവക്കുലാണ്. എൻ്റെ റബ്ബ് ഞങ്ങളെ അല്ലാഹ് പറഞ്ഞിട്ടാണ് പോണത്. പിന്നെ എന്താ പേടിക്കാൻ? അല്ലാഹ് ആരാണ്? ഇബ്രാഹിം നബി ഉള്ളതിനേക്കാളും, മക്ക ജനനിബിഡമാകുന്നതിനേക്കാളും, ജനങ്ങൾ 1 കോടാനുകോടി മനുഷ്യന്മാർ എന്നെയും എൻ്റെ കുഞ്ഞിനെ കാണാനും സംരക്ഷിക്കാനും ഭക്ഷണം തരാനും ഉണ്ടായാലും അതിനേക്കാൾ വലിയ സംരക്ഷണമാണ് റബ്ബ് ഞങ്ങൾക്ക് തരുന്നത് എന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് ഹാജിമാരെ നമുക്ക് വേണ്ടത്. എൻ്റെ പ്രിയമുള്ള ഹാജിമാരെ, നമ്മളെ പ്രിയപ്പെട്ട റഹ്മാനായ റബ്ബിനെ നമ്മൾ അറിയണം. ആ റബ്ബ് ആരാണ്? ആ റബ്ബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് റബ്ബിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുന്നത്? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പടച്ച റബ്ബേ, എൻ്റെയും എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുടുംബത്തെ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ ഞാൻ ആക്കിയിട്ട് പോവുകയാണ്. ഇന്ന ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. എന്തിനാണ് ഞാൻ ആക്കിയിട്ട് പോകുന്നത്? നമസ്കാരം നിലനിർത്തുവാനാണ്. വജഅൽ അഫിദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. ഏതെങ്കിലും മനുഷ്യന്മാര്, കച്ചവട സംഘങ്ങൾ, പതികന്മാർ അതിലൂടെ പോകുമ്പോൾ ആ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയെയും അവരൊന്ന് കാണാൻ, അവരൊന്ന് ശ്രദ്ധിക്കാൻ. ഫജൽ അഫിദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. അത് ഏതെങ്കിലും ഒട്ടക സംഘങ്ങൾ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞും ഒരു സ്ത്രീയും അവിടെ ഉണ്ടല്ലോ, ഓരോന്ന് കാണാൻ, അവർക്ക് വേണ്ടത് എന്തെങ്കിലും കൊടുക്കാൻ എന്ന് അവരുടെ മനസ്സിലേക്കൊന്ന് അവരെ കാണാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാക്കി കൊടുക്കണമേ. വർസുഖുഹും മിനത്തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. പടച്ചോനെ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർ നന്ദിയുള്ളവരാകും എന്നും പറഞ്ഞു പോവുകയാണ്. പടച്ചോനോട് പ്രാർത്ഥിക്കും. എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങൾ സംഭവിച്ചു.
ഒരു മനുഷ്യനില്ലാത്തിടത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഇടമായി. ഒരിക്കലും പറ്റാത്ത ഉറവ അവിടെ ഉണ്ടായി. എവിടെ നിന്നുണ്ടായത്? ഇബ്രാഹിം നബിന്റെ കുടുംബം, അവരുടെ തഖ്വ. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്വവും ബലിയർപ്പിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു, എന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവിടുത്തെ ഹജ്ജിന്റെ മനാസിക്കുകളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട്. എങ്ങനെ ഈ അറഫ എന്ന് പേര് വന്നത്? അറഫ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന, അറഫ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറഫ പരിചയപ്പെടുത്തി കൊടുക്കണം, ഒക്കെ കാണിച്ചു കൊടുത്തു. അറഫ എന്ന് പറയുന്ന പുണ്യഭൂമി കാണിച്ചു കൊടുത്തിട്ട് ജിബ്രീൽ ചോദിച്ചത്ര, അറഫ്ത, മനസ്സിലായോ ഇബ്രാഹിമെ എന്ന് ചോദിച്ചതിലാണ് അത്രേ അറഫ എന്ന് വന്നത്. മിനയും മുസ്ദലിഫയും അറഫയും അതേപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളും തവാഫും സഅയും ഒക്കെ ആ കുടുംബം ഓടിയെടുത്ത് ഓടാൻ പറഞ്ഞു. ഹാജർ ഓടിയെടുത്ത് ഓടാൻ പറഞ്ഞു. അവര് ചുറ്റിയെടുത്ത് ചുറ്റാൻ പറഞ്ഞു. ഇബ്രാഹിം നബി നിസ്കരിച്ചു കൊടുത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അവര് കിടന്നുറങ്ങിയെടുത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞു. മുസ്ദലിഫയിൽ കിടന്നുറങ്ങണം. അവര് താമസിച്ചെടുത്ത് താമസിക്കാൻ പറഞ്ഞു. അവര് കുഞ്ഞിനെ ബലിയെടുക്കാൻ തയ്യാറായപ്പോ ഈ ഒരു ഉരുവിനെ ബലിയെടുക്കാൻ പറഞ്ഞു. എല്ലാം ആ കുടുംബം ചെയ്തത് അള്ളാഹു കർമ്മമാക്കി വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ വലിയായപ്പോ, അള്ളാഹുവിന്റെ ആളായപ്പോ എന്തിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ റബ്ബാണ്. എന്നൊന്നും പേടിക്കണ്ട. ഞാൻ ഒരാളിന്റെ ഒരു ദർഗയിലേക്കോ അതേപോലെ തന്നെ ഒരു മക്ബറയിലേക്കോ അതേപോലെ തന്നെ ഒരു വലിയിലേക്കോ ഞാൻ പോകേണ്ട ആവശ്യമില്ല. മഹാന്മാരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും ബദരീങ്ങളും ഉഹുദീങ്ങളും അവരോടല്ല ഞാൻ സഹായം ചോദിക്കേണ്ടത്. ബദരീങ്ങപ്പാന്നല്ല പറയേണ്ടത്, മുദീൻ ഷെയ്ഖേ എന്നല്ല പറയേണ്ടത്. അവരൊക്കെ നമുക്ക് ബദരീങ്ങളും ഉഹുദീങ്ങളൊക്കെ കാണിച്ചു തന്നത് പടച്ച റബ്ബിന് സർവസ്വവും ബലിയർപ്പിച്ച് എന്ത് പ്രയാസവും തന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും എല്ലാം റബ്ബേ എന്ന് ചോദിക്കാൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ്. ഈ തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലകൊണ്ടത്, അല്ലേ? മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, എന്നിട്ട് അവരുടെ കോലത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് പാടില്ല, ഇത് ശിർക്കാണ്, എന്നാ എന്നെ എറിഞ്ഞുകൊല്ലും, എന്നെ തീയിലിട്ട് കൊള്ളും. ആയിക്കോട്ടെ, എന്താണെങ്കിലും എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റൂല. പോയി അദ്ദേഹം അവിടുന്ന്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഊർ എന്ന പട്ടണത്തിൽ നിന്നും ആ കൊച്ചു ഇബ്രാഹിം അദ്ദേഹം പിതാവിനും തീക്കുണ്ടാരത്തിൽ നിന്നും ഇങ്ങനെ ഇറങ്ങിയാണ് പോവുകയാണ്. അള്ളാഹു അത്ഭുതം കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ഈ ഹജ്ജിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ഹജ്ജിന്റെ കാമ്പ് അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. എൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും എല്ലാം എന്താണ്? അള്ളാഹുവിന് മാത്രമേ കൊടുക്കൂ. ഒരു ജാറങ്ങളിലും മക്കബറിലും കൊടുക്കുന്ന പ്രശ്നമില്ല, അല്ലേ? എന്താണ് ഹജ്ജിന്റെ? നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് മീഖാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ ഇവിടെ നമ്മൾ സാധാരണ പോകുമ്പോൾ നമ്മൾ മക്കത്തേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നാണ് ഇഹ്റാമിന്റെ പ്രഖ്യാപനം നടത്തുക. മീഖാത്തിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഏകദേശം ജിദ്ദയിൽ എത്തുന്നതിന്റെ ഒരു 20-25 മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് അനൗൺസ്മെന്റ് വരും, മീഖാത്ത് കടക്കുകയാണ്, ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തിക്കോളൂ. ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറതൻ, അല്ലെങ്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ, പടച്ചോനെ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറതൻ, അല്ലാഹുവേ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നതോടുകൂടി, ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി, ഇഹ്റാം കെട്ടുന്നതോടുകൂടി നമ്മൾ ചൊല്ലുന്നത് എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പടച്ചോനെ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. ഒരാളാണോ? 100 ആളാണോ? 1,00,000 ആളാണോ? അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 10-35 ലക്ഷം ആളുകൾ ഒരേ മന്ത്രോച്ചാരണമാണ്. എന്താ പറയണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞങ്ങളെ പ്രിയപ്പെട്ട റബ്ബേ, ഞങ്ങൾ ഇതാ നിന്റെ വിളിക്കുത്തരം ചെയ്തു വന്നിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനായ നിന്റെ ഖലീലായ ഞങ്ങളെ പിതാവായ ഇബ്രാഹിം നബി അന്ന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിളിച്ചല്ലോ. ആ വിളി നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകിയല്ലോ. ഞങ്ങളിതാ വിളിക്കുത്തരം ചെയ്തു വന്നിരിക്കുന്നു. എന്റെ സഹോദരിമാരും ഹജ്ജുമ്മമാരും സഹോദരന്മാരും ഹജ്ജാജികളും വിളിച്ചു പറയുകയാണ്, എങ്ങനെയുള്ള റബ്ബാണ്? ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് പങ്കുകാരില്ല റബ്ബേ. നീ കൊടുത്ത കൈവന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളെ ശരിയാവണ്ണം അറിയുന്ന, ഞങ്ങളെ കണ്ടനാടിയേക്കാൾ അടുത്തവനായ, ഞങ്ങളെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർക്കുന്ന റബ്ബ്, ഞങ്ങൾക്ക് ആരോടും പറയേണ്ടതില്ല.
യാ അല്ലാ എന്നല്ലാതെ യാ ഇബാദല്ലാ ഞങ്ങൾ വിളിക്കൂല, യാ റസൂലല്ലാ എന്റെ പ്രശ്നം പരിഹരിക്കണേ, ഖുദ്ബിയദി എന്റെ കൈ പിടിക്കണേ റസൂലല്ലാ ഇല്ല, യാ മമ്പ്രം തങ്ങൾ വിളിക്കൂല, യാ ഷെയ്ഖ് മുഹീദ്ദീൻ ഞങ്ങൾ വിളിക്കൂല, യാ റിഫായി ഷെയ്ഖ് ഞങ്ങൾ വിളിക്കൂല. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരാ. ബദരീങ്ങളും ഹൂദികളും അല്ലാഹുവിന്റെ മഹാന്മാരാണ്. അവരുടെ കൂട്ടത്തിൽ ആരൊക്കെ മഹാന്മാരുണ്ടെന്ന് അല്ലാഹ്ക്കറിയാം. അവരൊക്കെ ജീവിച്ച പാത ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാതാണ്. എന്ത് പ്രയാസം ഉണ്ടായപ്പോഴും അള്ളാഹിനോടാ പറഞ്ഞത്, അമ്പിയ ഔലിയാക്കന്മാരോട് പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അമ്പിയ ഔലിയാക്കന്മാരെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ച ആൾക്കാരായിരുന്നു. അവരാരും പടച്ചോന്മാരാന്ന് വിചാരിച്ച് വിളിച്ചതല്ല. അള്ളാഹ് കൊടുത്ത കൈവന്ന് ഞങ്ങളെ സഹായിക്കും. പക്ഷെ അള്ളാന്റെ റസൂൽ പറഞ്ഞു പാടില്ല, അത് പാടില്ല, ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ അമ്പിയ ഔലിയാക്കന്മാർ ജീവിച്ച് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ജീവിക്കണം. ഒരു ജാറത്തിലേക്കും മക്ബറിലേക്കും പോകേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഖബർ സന്ദർശനം? അത് ഖബർ സന്ദർശനം പുണ്യമാണ്, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഖബറാളിയോട് പ്രാർത്ഥിക്കാനല്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ഇസ്ലാമിന്റെ ജീവൻ, ഇതാണ് തൗഹീദിന്റെ ഇതാണ് ഹജ്ജിന്റെ സത്ത അല്ലേ? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ചൊല്ലാണ് അല്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ ഹജ്ജിൽ നിന്നും വിരമിക്കുന്നത് വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ചൊല്ലണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ചൊല്ലുന്നത്. നോക്ക് നിങ്ങൾ സഹോദരന്മാര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഏത് കർമ്മം പോയാലും പരിഹരിക്കപ്പെടും. പക്ഷെ അറഫയിൽ നിൽക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയോ, ഒരു ICUവിൽ കിടക്കുന്ന രോഗിയാണ്, സക്കറാത്തിൽ കിടക്കുന്ന ആൾ. ഒരു ഹാജി അവിടെ പോയി അറഫന്റെ സമയത്ത് അയാൾ സക്കറാത്തിലാണ്. മൊബൈൽ ICUവില് ആംബുലൻസിൽ അയാളെ ആ ആംബുലൻസ് അറഫന്റെ ബൗണ്ടറി കൊടുന്ന് നിർത്തും. അയാൾക്ക് അറഫ കിട്ടാൻ. കാരണം അറഫ കിട്ടിയില്ലെങ്കിൽ ഹജ്ജില്ല. ഈ അറഫയിൽ നമ്മൾ നിൽക്കുന്ന കുറച്ച് മണിക്കൂറുകളുണ്ട്. ഈ മണിക്കൂറുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയും, മലക്കുകളെ നോക്കൂ, അറഫ മൈതാനിയിൽ നിൽക്കുന്ന ലക്ഷങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ജടകുത്തിയ തലമുടിയും അതേപോലെ തന്നെ പൊടി പുരണ്ട ശരീരവുമായി കൊണ്ട് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ദുനിയാവാണോ? അല്ല, എന്റെ മഗ്ഫിറത്താണ്, ഞാൻ അവർക്കെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. അതാണ് അറഫ. ആ അറഫയുടെ പ്രഖ്യാപനം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം. ഈ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഒന്നാമത്തെ കൽപ്പന അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ അങ്ങോട്ട് തുടങ്ങി ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം എന്താണെന്നറിയോ? യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജിന്നുകളെയും മനുഷ്യന്മാരെയും എനിക്ക് പടച്ചോനെ കാക്കണമെന്ന് പറയാനാണ്, പടപ്പാളെ കാക്കണമെന്ന് പറയാനല്ല. അത് അല്ലാഹ് പൊറുക്കൂല. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു എത്ര 100 ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം ബാത്തിലാണ്. ബദരീങ്ങളെ കാക്കണേ, മുഹ്ദി ശേഖെ കാക്കണേ, പടപ്പാളെ കാക്കണേ, ജിന്നകളെ കാക്കണേ, റസൂലുള്ളയെ കാക്കണേ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജ് ചെയ്തു, 1000 ഉംറ ചെയ്തു എന്ന് വിചാരിക്കാം, എല്ലാം ബാത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരൻ, നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട്, ഞാനിത് പറയണത് എന്തിനാണെന്നറിയോ? പലപ്പോൾ ഒരുപാട് പ്രാവശ്യം ഉംറയും അതേപോലെ തന്നെ ഇതുപോലെ ഹജ്ജൊക്കെ നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ബദർ സന്ദർശിക്കും പലപ്പോഴും ഹാജിമാർ, ഉഹുദ് സന്ദർശിക്കും ഹാജിമാർ. ഈ സമയത്ത് ഇവിടെ ചില ആളുകൾ അവരുടെ നേതാക്കന്മാരും ഉസ്താദുമാരും അനുയായികളും വിളിച്ച് ബദരീങ്ങളെ പേര് വിളിച്ചിട്ട് അവരുടെ ബദർ ശുഹദാക്കന്മാരുടെ മക്ബറിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ പലപ്പോഴും കാണുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹാജിമാർ അവിടെ വന്നിട്ട് എന്താണ് ബദരീങ്ങളെ പേര്? ബദരീങ്ങളെ ഞങ്ങളെ പ്രയാസം നീക്കണേ, ബദരീങ്ങളെ, ഞാൻ നിന്റെ ചെവിട് കണ്ട് കേട്ടതാണ്, ഇന്ന ആള് അയാളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ ഷോപ്പ് നിങ്ങൾ ഏറ്റെടുക്കണേ, ബിസിനസ് മെച്ചപ്പെടുത്തി കൊടുക്കണേ, അവരുടെ പ്രയാസം നീക്കി കൊടുക്കണേ. ഇന്ന സ്ത്രീക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന ദമ്പതികൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല, ബദരീങ്ങളെ ഒരു കുട്ടിനെ കൊടുക്കണേ. എവിടെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ മണ്ണിൽ വന്നിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കൽബ് പൊട്ടാനേ നമുക്ക് സാധിക്കുള്ളൂ, പറഞ്ഞു കൊടുക്കാൻ പറ്റൂല.
ബദറിൽ പ്രത്യേകിച്ച് ഉഹുദിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉഹുദിൽ അവിടെ മുത്തവമാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. ബദർ അങ്ങനെ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കണ്ട ശിർക്ക് അള്ളാഹിനോട് ചോദിക്കണ ചോദ്യം ബദറിൽ വന്നുകൊണ്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് വന്നുകൊണ്ട് ബദരീങ്ങളോട് നേരിട്ട് ചോദിക്കുന്നത് പല പ്രാവശ്യം കേട്ട ആളാണ് ഞാൻ. ഒരുപാട് പ്രാവശ്യം ഉംറക്ക് പോയി അതിന് ഭാഗ്യം കിട്ടിയ ഒരാളെന്നുള്ളതിൽ സങ്കടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോനെ എന്ന് വിളിക്കുന്നതിന് പകരം ബദരീങ്ങളെ. എന്തിനാ ബദർ ഉണ്ടായത്? പടച്ചോനെ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ പടച്ചോനെ മാത്രമല്ല ഞങ്ങൾ മഹാന്മാരെയും വിളിക്കുമെന്ന് പറഞ്ഞു. അല്ല, പടച്ചോനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ഒന്നാങ്ങളെ ഞങ്ങൾ തീരുമാനാക്കുമെന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വന്നത്. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉഹുദിൽ വന്ന് ഉഹുദീങ്ങളെ വിളിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും അത്ര തന്നെ ഇഖ്ലാസ് വരുന്നുണ്ടാവില്ല പലപ്പോഴും. നിങ്ങൾ ആലോചിച്ചു. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, മിനായിൽ നമ്മൾ ദുൽഹിജ്ജ 8, 9 ഇൻഷാ അല്ലാഹ് ജമാൽ ഉസ്താദ് ഹജ്ജിന്റെ രൂപങ്ങളൊക്കെ പറയും. ഞാൻ ഉംറയുടെ കാര്യം പറഞ്ഞാൽ തൽക്കാലം ഇവിടെ വാങ്ങും. മിനായിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് തൗഹീദിന്റെ മണ്ണാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്ക് തൗഹീദിന്റെ പ്രതിരൂപമായ തൗഹീദിന്റെ കാവലാളായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ച, തൗഹീദ് പഠിപ്പിച്ച, തൗഹീദിന് വേണ്ടി തൗഹീദാണ് മിനയുടെ ചരിത്രം. ആ മിനായിൽ വന്നിട്ട് അവിടെ കുത്തുബിയത്ത് ഓതുന്ന ആൾക്കാർ, അവിടെ മാലിം മൗലിദും ഓതുന്ന ആൾക്കാർ, ഈ മിനായിൽ അറഫ മൈതാനിയിൽ വന്നിട്ട് ടെന്റിന്റെ ഉള്ളിൽ കുത്തുബിയത്ത് നടത്തുന്ന ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ കുത്തുബിയത്തിലുള്ളത്? വമൻ യുനാദി സിമി അൽഫം ബി ഖൽവതിഹി അസ്മൻ ബി ഹിമ്മതിഹി സർമൻ ഖലി ഗഫലതിഹി അജബതുഹു മുസ്രിഅൻ. ആരെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് മൊഹിദ്ദീൻ ഷെയ്ഖേ എന്ന് 1000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കുന്നു എന്ന് മോദീൻ ഷെയ്ഖ് പറഞ്ഞേണെന്ന് പറഞ്ഞാൽ മോദീൻ ഷെയ്ഖിന്റെ പേരിൽ ഇല്ലാത്ത കളവ് വെട്ടിച്ചോട് മോദീൻ ഷെയ്ഖയെ കാക്കണെന്ന് വിളിക്കുകയാണ്, പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പറയാണ്. എവിടെ? ഈ തൗഹീദിന്റെ മണ്ണിൽ വന്നുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ ഫഅഗ്ത്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമാതിൽ ഉമൂർ റസൂലേ. എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ, എന്റെ പ്രയാസങ്ങൾ നീക്കണേ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ആരോട് പറയാം? അള്ളാഹിനോടല്ല പറയണത്. എവിടുന്ന്? മിനയിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് ഓലെടുന്ന് ലക്ഷക്കണക്കിന് രൂപയും വാങ്ങിയിട്ട് ഒരാള് അവിടുന്ന് പ്രാർത്ഥിക്കണം, ഇവരെ ആമീൻ ചെല്ലുന്നു. സാധുക്കൊക്കെ അറിയില്ല, പക്ഷെ ഇത് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരാണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈ ഹജ്ജിന്റെ റൂഹ്. ഏത് ഇബാദത്തിന്റെയും റൂഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഹജ്ജ് തൗഹീദിന്റെ ഹജ്ജായി, തവക്കുലിന്റെ ഹജ്ജാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ, ഹജ്ജിമാരെ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നൊന്ന് ചോദിക്കുന്നു മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബലഹു. ഒരു മനുഷ്യൻ തന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്താൽ അതിനു മുമ്പ് എന്തൊക്കെ തെറ്റ് ചെയ്തോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദമ എന്ന അറബി വാക്കിന്റെ അർത്ഥം തകർത്തു എന്നാണ്. അള്ളാഹ് തകർക്കും, ഒന്നും ഉണ്ടാവില്ല. ഹജ്ജിന് മുമ്പ് നിങ്ങൾ എത്രത്തോളം ഈ ആകാശഭൂമികൾ നിറക്കാനുള്ള പാപം ചെയ്തോ, ഈ തൗഹീദ് മനസ്സിലുള്ള ഒരു ഹജ്ജ് നിങ്ങൾ നിർവഹിച്ചോ, മഖ്ബൂലും മബ്റൂറുമാണോ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അള്ളാഹനെ മനസ്സിലായി, പരലോകം മനസ്സിലായി. അദ്ദേഹം മുസ്ലിം ആവുകയാണ്. റസൂലുള്ളാഹിനോട് കരഞ്ഞെന്ന് പറയും, റസൂലേ ഞാൻ മുസ്ലിമായ എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കോ? അപ്പോ അംർ ബിൻ ആസ്, താങ്കൾക്കറിയില്ലേ ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടി അയാളുടെ എല്ലാ മുൻകഴിഞ്ഞ പാപങ്ങളും പൊറുക്കും. അതേപോലെ തന്നെ ഒരാൾ ഹിജ്റ പോയാലും പാപങ്ങൾ പൊറുക്കും. വൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബലഹു. ഒരാൾ ഹജ്ജ് ചെയ്താലും സർവ്വ പാപങ്ങളും 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം എത്ര കൊല്ലം ആ പാപങ്ങൾ ചെയ്തോ അതെല്ലാം പൊറുക്കുമെന്ന് നിനക്കറിയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, റസൂലുള്ള പറയാണ്, വജബ അലാ കുല്ലി മുസ്ലിമിൻ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ധൃതിപ്പെടണം. അടുത്തൊല്ലാകട്ടെ, ഒരു 50 വയസ്സാകട്ടെ, പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, കുറച്ചുകൂടി കഴിയട്ടെ,
കുറച്ചും കൂടെയൊക്കെ ഹറാമും പലിശയും തോന്നിയാസൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ച് ഇൻഷാ അല്ലാഹ് ഒരു മരിക്കാൻ ഒരു 60 കൊല്ലം 65 കൊല്ലം 65 വയസ്സാകട്ടെ അപ്പം ഹജ്ജ് ചെയ്യുക എന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ ധൃതിപ്പെടണം. എപ്പോഴാണ് മരണം പിടികൂടാന്ന് അറിയില്ല. റസൂലുള്ളാഹി പറയുകയാണ് മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, നിങ്ങൾ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ധൃതിപ്പെടട്ടെ. ഫഇന്നഹു ഖദ് യംറിദുൽ മരീദു, ചിലപ്പോൾ അവൻ രോഗിയാകും. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ രോഗിയായി. അള്ളാഹു 19 വർഷം ആരോഗ്യം കൊടുത്തിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല. എനിക്കറിയാം ഒരാളെ, അയാള് ഏകദേശം 20 കൊല്ലം മക്കത്ത് നിന്നു, ഹജ്ജ് ചെയ്തിട്ടില്ല, തൗഫീഖില്ല. 20 കൊല്ലം മക്കത്ത്, അതിൽ ഒരുപാട് സമയം വർഷം ഹറമിൽ ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തില്ല, തോന്നിയിട്ടില്ല, തൗഫീഖ് കിട്ടിയില്ല. പ്രിയമുള്ളവർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അത് ഇത്ര ആൾക്കാർ വന്ന് ഹജ്ജ് ചെയ്യാൻ വരുന്ന അയാൾ കാണുന്നുണ്ട്, പക്ഷെ അയാൾക്ക് തോന്നിയിട്ടില്ല. അത് അള്ളാന്റെ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്, അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി പറയാണ് രോഗം പിടിപെടും, രോഗികളാകും. അതേപോലെ തന്നെ ഒതാരിദുൽ ഹാജ, നമുക്ക് മറ്റുള്ള പ്രയാസങ്ങൾ പിടികൂടും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും. സ്ത്രീകളെ ചിലപ്പോൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെടും, അഥവാ മഹ്റം നഷ്ടപ്പെടും, പോകാൻ പറ്റൂല. അതുകൊണ്ട് വയസ്സാകട്ടെ, തൊലി ചുക്കിച്ചുളിയട്ടെ, മുടിയൊക്കെ ഒന്ന് നരക്കട്ടെ, അപ്പോൾ ഹജ്ജിന് പോകാൻ തീരുമാനിക്കണ്ട. ഹജ്ജിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പെട്ടെന്ന് സമ്പത്തും ആരോഗ്യവും വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വിഷയങ്ങൾ നമ്മൾ ശരിയാവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഹജ്ജിൻ്റെ യാത്ര, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ ഹജ്ജിന് പോകുന്ന പല ഹാജിമാരോട് ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയ ആൾ എന്നുള്ള നിലയ്ക്ക് പലർക്കും ഭയങ്കര ടെൻഷനാണ്. ഇത്ര വയസ്സായി ഉസ്താദ്, എങ്ങനെ ഹജ്ജ് ഇങ്ങോട്ട് കയ്യോ, ഇത്ര ദിവസം അവിടെ നിൽക്കാൻ പറ്റുമോ, അവിടെ ചൂടല്ലേ, നടക്കാൻ പറ്റുമോ, തവാഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ആശങ്കകളാണ്. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ ഏതായാലും ഹജ്ജിന് കാശ് കെട്ടി ഡേറ്റ് തീരുമാനിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇനി ഈ ആശങ്കകൾ, നമ്മൾ ഇത്രയ്ക്ക് പിന്നെ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും പ്രവാചകന്മാരൊക്കെ ചരിത്രം മനസ്സിലാക്കിയ ആളുകൾ, അള്ളാനെ അറിഞ്ഞ ആൾക്കാരാണ്. പിന്നെ നമ്മൾ ആശങ്കപ്പെടേണ്ട. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, തീരുമാനിച്ചാൽ അള്ളാനെ ഏൽപ്പിക്കും, അള്ളാനെ ഏൽപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പടച്ചോണ്ട് നന്നായി പ്രാർത്ഥിക്കുക, പടച്ചോനെ തവക്കുലാക്കുക. ഒരു നടക്കാൻ വയ്യ, ഒരു വീട്ടിൽ നിന്ന് എത്രയോ ആളുകൾ നമ്മൾ പറയണേ നമ്മൾ കേട്ടു, ഉസ്താദേ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം പറയും, ഇനി ഡൈനിങ് ഹാളിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് അടുക്കളയ്ക്ക് പോകാൻ പറ്റാത്ത ആളേന് ഞാൻ. ഞാനാണ് ഉസ്താദെ, സന്തോഷപൂർവ്വം ഒരു പ്രയാസമില്ലാതെ ഹജ്ജ് ചെയ്ത് വന്നത്. ഈ സഫയും മറുവയും നടന്ന് ഈ തിരക്കിൻ്റെ അടിയിൽ ജംറാത്തുകളിലേക്ക് കല്ലെറിയാൻ പോയി. അതേപോലെ തന്നെ പിന്നെ ഈ എവിടെ നിന്നാണ്, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടന്നു പോവാണ്. ഇതൊക്കെ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, അല്ലാണ്ട് ഏറ്റെടുത്തു ഉസ്താദ് എന്ന് പറയണ ഹാജിമാരെ നമുക്ക് പരിചയമുണ്ട്. അതെന്താണ്? പടച്ചോനണ്ട് ഏൽപ്പിച്ചു, പിന്നൊന്നും ഉണ്ടായില്ല. അഥവാ ചെറിയത് വീട്ടിൽ നിന്ന് മുറ്റത്ത് നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു പ്രയാസമില്ലാതെ ഹജ്ജ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാനെ ഏൽപ്പിക്കാം. ഒരു 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 ബുദ്ധിമുട്ടുകൾ പിന്നെ വിചാരിക്കണ്ട. നല്ല തവക്കുൽ വേണം. നമ്മൾ ടെൻഷൻ, അഥവാ നടക്കുമോ, എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് തീർന്നിട്ട എന്ന് വിചാരിക്കണ്ട. ഹജ്ജിന് പൈസ കെട്ടിയും ചെയ്ത് ഇപ്പൊ തന്നെ അസുഖമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല. ഇപ്പൊ തന്നെ തീരെ നടക്കാത്ത ആളുകൾ കുറച്ചൊക്കെ ഒന്ന് നടക്കുക. അവിടെ കുറെ നടക്കാനുള്ളതല്ലേ, കുറച്ചൊക്കെ ഒന്ന് രാവിലെയൊക്കെ കുറച്ചൊന്ന് നടന്നൊന്ന് ശരിയാക്കുക. അതേപോലെ തന്നെ പിന്നെ സാധാരണയായി കാണുന്നതാണ്, നമ്മൾ ഹജ്ജിന് വേണ്ടി ഹജ്ജ് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഉംറക്കൊക്കെ പറയാൻ വേണ്ടി കുടുംബക്കാരോടത്തൊക്കെ ഒന്ന് പോവും. അവിടെ നിന്നൊക്കെ ഒരു ചായ, ഓരോ വീട്ടിൽ നിന്ന് ഒരു ചായയും ഒരു കടിയും അല്ലെങ്കിൽ ഒരു പലഹാരം തന്ന്, എന്നിട്ട് ഷുഗർ അടിച്ചു കയറി അപ്പൊ തന്നെ ക്ഷീണം വന്ന് അപ്പൊ തന്നെ മൂലക്കിലാകുന്ന അവസ്ഥ. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കുക. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, എന്നിട്ട് പടച്ചോനങ്ങോട്ട് ഏൽപ്പിക്കുക. ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണ്. പടച്ചോനോട് പറയാം, പടച്ചോനെ മക്ബൂലും മബ്രൂറുമായ നല്ല ഹജ്ജ് ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്ത്
പടച്ചോനെ വീട്ടിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് എനിക്ക് തരണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജാണ് ചെയ്തത്. മദീനത്ത് നിന്ന് വരികയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തിൽ അവരെത്തി. എല്ലാവരും മീഖാത്ത് അവിടുത്തെ മീഖാത്ത് 2 റക്അത്ത് നിസ്കാര സുന്നത്തുണ്ട്. ആ ഒരു കർമ്മങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ പിന്നെ നടത്തുന്ന സമയത്ത് പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒച്ച, അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കണം. അപ്പൊ റസൂൽ കണ്ടു പോയി, എന്താണ് പ്രശ്നം? അപ്പോ റസൂലുള്ളാഹിയോട് പറഞ്ഞു, അസ്മാ ബിൻത്ത് ഉമൈസ് മീഖാത്തിൽ വെച്ച് പ്രസവിച്ചു. അപ്പോ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ആയിഷ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായി കൊണ്ട് 10 കഴിഞ്ഞ്, നമ്മുടെ ഭാഷ പറഞ്ഞ 10 കഴിഞ്ഞ് ഹജ്ജിന് വന്ന മീഖാത്തിൽ വെച്ച് പ്രസവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാണ് ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഓരോ സ്വയ്പുണ്ടാക്കാൻ വേണ്ടി ഇടങ്ങാറുണ്ട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല പ്രവാചകൻ. അവര് വിചാരിച്ചോ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന ആള് വിചാരിച്ചോ ഇതൊക്കെ എന്നാലും ഇടങ്ങാറാവൊന്നും വിചാരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ അവർക്ക് അവസരം കിട്ടുകയാണ്. അതേപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ വിചാരിച്ചത് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചു. ഓലെ ഇറങ്ങി മീഖാത്തിൽ ആൾ പ്രസവിച്ചു. ഇനി എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന് റസൂൽ ഓലെ പഠിപ്പിച്ചു എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ കുറെ ടെൻഷനായി, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായി, എന്തൊക്കെ ചെയ്യുക, എന്തൊക്കെയാ പഠിച്ചോനെ ഇനി അവിടെ നടക്കുമോ, ആൾക്കാർ കുറെ പറഞ്ഞു പേടിപ്പിക്കും. നിങ്ങൾ അതിനൊന്നും ചുവട് കൊടുക്കാൻ നിൽക്കണ്ട. എന്തിനാണ് വെറുതെ പേടിക്കണത്? നമുക്ക് പടച്ചോണ്ട്, നമ്മുടെ റബ്ബുണ്ട്. എത്ര ഊരുവേദനയുള്ള ആളും മുട്ടുംകാല് വേദനയുള്ള ആൾക്കാരും ബുദ്ധിമുട്ടുള്ള ആളുകളും നടക്കുന്ന പ്രയാസമുള്ള ആളുകൾ പടച്ചോ, നിങ്ങൾ ഏതായാലും ഹജ്ജിന് കാശിട്ടില്ലേ, ഫൈദ അസംത നമ്മുടെ റബ്ബിനെ ഏൽപ്പിക്കും. അത്ഭുതം കാണിക്കുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. ഒന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹജ്ജ് ശരിയാവണ്ണം പഠിക്കുക, അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. ഹജ്ജ് പഠിക്കാൻ പണിയുണ്ടോ? ഒരു പണിയില്ല സുഹൃത്തുക്കളെ. രക്ഷിതാക്കളെ, ഒരു 2 റക്അത്ത് നിസ്കാരത്തിൽ ചൊല്ലിപ്പറയാനുള്ള ദിക്റുകൾ പഠിക്കുന്ന അത്ര പോലും ഇല്ല ഹജ്ജ് പഠിക്കാൻ. അത്രയില്ല. എന്താ പഠിക്കാനുള്ളത്? ഒന്നും പഠിക്കാനില്ല. എന്ന് മാത്രമല്ല, ഇനി എന്തെങ്കിലും ഹജ്ജിൽ ചൊല്ലാനുണ്ടെങ്കിൽ നമുക്ക് നോക്കിച്ചെല്ലാം. നിസ്കാരത്തിൽ നോക്കിച്ചെല്ലാൻ പറ്റുമോ? നോക്കിച്ചെല്ലാൻ പറ്റൂല. അപ്പൊ അത്ര സിമ്പിളാണ്. പക്ഷെ നമ്മൾ പഠിക്കണം. അത് നമ്മളെ മൂല്യരുണ്ടല്ലോ, ഉസ്താദ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മളെ അമീർ ഉണ്ടല്ലോ. അമീർ കാണിച്ചു തന്നിട്ടല്ല, നമ്മൾ എങ്ങനെയാണ് ദുൽഹിജ്ജ് 8-ന് എന്ത് ചെയ്യണം, ഉംറ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഉംറയിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്താ, അതിന്റെ റുക്കൻ, അത് നമ്മൾ പഠിക്കണേയാണ്. അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ശരിയാവണ്ണം പറയണത് കേൾക്കുക. എന്താണ് ഉംറയുടെ പ്രധാനപ്പെട്ട നെടുന്തൂണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉംറ ഇല്ല, ഹജ്ജില്ല. അതിന്റെ വാജിമാത്തുകൾ എന്താണ്, ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത ഇത് ശരിക്കും നമ്മളൊന്ന് പഠിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ ആര് പോയാലും, ആര് നഷ്ടപ്പെട്ടാലും, ആര് കൂട്ടം തെറ്റിയാലും എനിക്കതറിയാം, ഞാനത് ചെയ്യും, ഞാനത് പറയും എന്ന ആ ഒരു മനക്കരുത്തോട് പടച്ചോന് പ്രാർത്ഥിക്കുക. പടച്ചോനെ ശരിയാവണ്ണം ഹജ്ജും ഉംറയും പഠിച്ചിട്ട് ഇത് ചെയ്യാനുള്ള തൗഫീക്ക് എനിക്ക് കൊണ്ടാ എന്നുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഇഹ്റാം, നമ്മുടെ ഉംറയുടെ സിഫാത്തുകളാണ്, ഉംറയുടെ രൂപമാണ് ഞാൻ അവിടെ പറയുന്നത്. നമുക്കറിയാം, ഉംറ എന്ന് പറഞ്ഞാൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ആയുസിൽ ഒരു പ്രാവശ്യം, ചില ആൾക്കാർ മനസ്സിലാക്കിയ ഹജ്ജ് നിർബന്ധമാണോ ഉംറ നിർബന്ധമല്ലാന്ന്. അല്ലാന്ന്, ഉംറയും നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു ഉംറ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോ ഉംറ ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നമ്മൾ ഇഹ്റാം കിട്ടുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകണത് എൻ്റെ നിർബന്ധ ഉംറയാണ് എന്ന് മനസ്സിലുണ്ടാകണം. അത് ഉംറ ചെയ്ത ആൾക്കാരാണെങ്കിൽ പിന്നെ സുന്നത്തായ ഉംറയാണ്. അപ്പൊ എൻ്റെ നിർബന്ധ ഉംറയാണ്. ഏതാണ് ഉംറയുടെ നിയ്യത്ത്? നമ്മൾ മീഖാത്തിൽ വെച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്ന് പറയലാണ്. അതല്ല, അത് അവിടുത്തെ പ്രഖ്യാപനമാണ്. നിയ്യത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ നിയ്യത്ത് നമ്മൾ ദൂറ് സ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാ പോണ്? ദൂറാൻ കൊടുത്തപ്പോ ദൂറ് സ്കരിക്കാൻ പോവാണ്. നിയ്യത്തോ നിങ്ങളെ മനസ്സിലുണ്ട്, നിയ്യത്ത് ദൂറ് സ്കരിക്കാനാ പോണ്. അങ്ങനെ പള്ളിയിലെത്തി ഇമാമ് തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയ്യട്ടി. അതെന്താണ്? നിയ്യത്ത അല്ല, നിസ്കാരത്തിലേക്കുള്ള പ്രവേശനമാണ്. തക്ബീറത്തുൽ ഇഹ്റാം. ഹലാലായ പലതും അതോടുകൂടി ഹറാമായി. വർത്താനം പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പറയാൻ പറ്റൂല. തിരിഞ്ഞു നോക്കാം, പക്ഷെ തക്ബീറത്തിലേക്ക് കയറി തിരിഞ്ഞു നോക്കാൻ പറ്റൂല. സംസാരിക്കാം, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം. സുഗന്ധം പൂശാം, പക്ഷേ ഇഹ്റാമിലേക്ക് വരെ സുഗന്ധം പൂശാൻ പറ്റൂല. അങ്ങനെ ഒരു ഇബാദത്തിലേക്കുള്ള കടക്കലാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോ,
ഉംറ വളരെ സിമ്പിളാണ്, ഒന്നും മനസ്സിലാക്കാനില്ല. വളരെ ചുരുങ്ങി ഉംറ ചെയ്ത ആളുകൾ ഇതിന് മുമ്പിൽ ഉണ്ടായിരിക്കും. ഉംറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. മീക്കാത്തിൽ അത് നിങ്ങൾ അമീർ പറഞ്ഞുതരും എവിടെ നിന്നാണ് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഒരു 25 മിനിറ്റ് ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെന്റ് തരും, എന്ത് മീക്കാത്ത് കടക്കുകയാണ് എന്ന് നിങ്ങളോട് പറയും. അപ്പൊ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ എന്ന് നമ്മൾ ഇഹ്റാമിൽ അത്രയേ ഉള്ളൂ, പറയേണ്ടതുള്ളൂ. പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണമല്ലോ. ഈ ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ എയർപോർട്ടിൽ തന്നെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ വസ്ത്രം ധരിച്ചിട്ടാണ് അതിലിരിക്കുക. അപ്പൊ നമ്മൾ ഉംറയിൽ പ്രവേശിച്ചിട്ടില്ല, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടാവും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയും ഒരു പുതക്കാനുള്ള ഒരു തുണിയും, ഇത്രയേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാം. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ സൂചിപ്പിക്കും. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഉംറ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കാം. അങ്ങനെ കഅബാലയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 7 വട്ടം തവാഫ് ചെയ്യാം. അത് കഴിഞ്ഞ് സഅയ് ചെയ്യാം. അത് കഴിഞ്ഞ് മുടി എടുക്കുക. ഉംറ കഴിഞ്ഞു. ഇതാണ് ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മീക്കാത്തുനിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് മീക്കാത്തു നിന്നാണ് പ്രവേശിക്കേണ്ടത്. അതേപോലെ തന്നെ തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടിയെടുക്കുക. ഉംറ കഴിഞ്ഞു. പിന്നെ ഉംറ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തഹല്ലുലാവും സാധാരണ പോലെ ചെയ്യിക്കും. ദുൽഹിജ്ജ 8-ന്റെ അന്ന് ഇൻഷാ അല്ലാഹ് ഹജ്ജിനുള്ള ഇഹ്റാം വേറെ പ്രവേശിക്കും. സാധാരണ തമത്തു ഹജ്ജ് അങ്ങനെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ജമാൽ ഉസ്താദ് സൂചിപ്പിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വസ്ത്രങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കയറണം. 1, 2, 3 സെറ്റ് വസ്ത്രങ്ങളൊക്കെ കയ്യിൽ കയറി ഒരുക്കാനുള്ള സംഗതികളൊക്കെ ഇൻഷാ അല്ലാഹ് സിറാജ് ഉസ്താദ് വിശദമായിട്ട് പറയും. ഞാൻ ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ അതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ നല്ല ഒരു ഇഹ്റാമിന്റെ വസ്ത്രം. ചില ആളുകൾ നല്ല വയറുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പോലെ ഇഹ്റാമിന്റെ തുണി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ പിന്നെ നല്ല ബെൽറ്റ് ഒന്നും അല്ലെങ്കിൽ പോലെ പുക്കിൾ പുറത്തേക്ക് അഥവാ ഔറത്ത് കുറച്ച് കാണും. എന്നിട്ട് ഇങ്ങനെ ശരിക്ക് ചില ആൾക്കാർ ഭയങ്കര സങ്കടം, തീരെ ശ്രദ്ധ ഉണ്ടാവും. ലൈംഗികാവത്തിന്റെ അടുത്ത് വരെ ഇങ്ങനെ തട്ടി നിൽക്കുന്ന ആൾക്കാർ. കുപ്പായ ഉണ്ടെങ്കിലും അറിയത് കുപ്പായ ഇടൂലല്ലോ. അപ്പൊ ഈ ഒരു ഔറത്ത് മറയാത്തൊരവസ്ഥ. അപ്പൊ ശരിക്ക് കയറ്റിയെടുക്കാനും നല്ലൊരു ബെൽറ്റ് ഇട്ടണീനൊന്നും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ നല്ല ആ നിലക്ക് പിന്നെ 2, 3 പിന്നെ ഉംറന്റെ തുണി ആക്കി നിങ്ങൾ കയ്യിൽ കയറണം. അതുപോലെ സ്ത്രീകളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. കൈ ഉയർത്തി അറഫയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒട്ടകത്തിന്റെ കയറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കൈ നിലത്ത് കൊണ്ടു. അപ്പൊ റസൂലുള്ള ഒരു കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് മറ്റേ കൈ, മനസ്സിലായില്ലേ? അത്രത്തോളം കൈ ഉയർത്തി പ്രാർത്ഥിക്കും. ഇവർക്ക് നേരെ തിരിഞ്ഞു വന്നു. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ പെണ്ണുങ്ങള് ഉംറയ്ക്ക് വേണ്ടി ചിലപ്പോ നല്ല പർദ്ദയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഇട്ടു നോക്കുക. അതെനിക്ക് ടൈറ്റാണോ ലൂസാണോ ഞാനത് പറയാനുള്ള കാര്യം, പെണ്ണുങ്ങൾ കൈ കൊണ്ട് ഒരുത്തിട്ടുണ്ട്, ഇത് ലൂസായി കയറുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഔറത്ത് ഇങ്ങനെ കാണും. അപ്പൊ ഇപ്പൊ തന്നെ ആ ബട്ടൺ ഒന്ന് ടൈറ്റ് ആക്കണം, തുന്നണം. അല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ ഒന്ന് ലൂസാക്കണം. അങ്ങനെയുള്ള നമ്മുടെ ഡ്രസ്സ് ക്ലിയർ ആണോ എന്നുള്ളത് ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ നോക്കണം. അല്ലാതെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങോട്ട് കയറും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകളുടെ നിന്ന് കാണാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ മഫ്ത, ശരീരത്തിന്റെ എല്ലാ ഭാഗവും പറയണം. ഷോർട്ട് മഫ്ത അല്ല വേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങളെ ഉംറ കമ്മിറ്റിന്റെ ടീം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഉംറയുടെയും ഹജ്ജിന്റെയും ടീമൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നമ്മളെ ക്ലിപ്പ് ഒന്ന് ഇടുക. ശരിയാകത്തില്ല. ഈ 2ാമത്തെ ക്ലിപ്പ് ഒന്ന് കാണിച്ചോട്ടെ. നമ്മൾ പിന്നെ ഉംറയുടെ റുക്കനുകൾ അവിടെ കാണിക്കണം. ശരി, അവിടെ കേട്ടോ. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ലേ, യാത്ര പുറത്തിറങ്ങണില്ലേ? വീട്ടിൽ നിന്ന് എപ്പം ഇറങ്ങുമ്പോഴും നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അല്ലേ യാത്രക്കാരന്റെ പ്രാർത്ഥന. അത് ഈ ഹജ്ജിനും ഉംറയ്ക്കൊന്നും മാത്രമല്ല, ഏത് സമയത്തും ബിസ്മില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുബി അന്നാ ബൂദ എന്ന് പറയുന്ന വലിയ യാത്രയാണെങ്കിൽ ഒരു ചെറിയ കുറച്ച് അല്പം വലിപ്പമുള്ള ഒരു ദുആ ഉണ്ട്. അത് നോക്കിച്ചല്ല അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹയും, അതേപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയും, അതേപോലെ പിന്നെ വാഹനത്തിൽ എത്തിയിട്ടുള്ള പ്രാർത്ഥന, കയറ്റം കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറക്കം കയറുമ്പോൾ, ഇതൊക്കെ ഏത് സമയത്തും ഉംറക്കും ഹജ്ജിനും മാത്രമല്ല,
ഉംറക്കും ഹജ്ജിനും മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് സമയത്തും ചെയ്യണം. ശരി. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇഹ്റാമിന്റെ കുളി കുളിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. ഇഹ്റാമിന്റെ കുളി എങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ലൈഡിൽ വരുന്നുണ്ട്. ശരി. അപ്പോൾ ഒന്ന് നീക്കട്ടെ. ശരി. ഇനി ഇവിടെ മീക്കാത്തുകളാണ്. അത് വിശദമായി പറയണില്ല. 5 മീക്കാത്തുള്ളത്. മീക്കാത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കൊക്കെ ഇറാൻ കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പം നമ്മൾ ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റ് മീക്കാത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് പറയും. നമ്മളൊക്കെ പണ്ട് ഇന്ത്യക്കാരുടെ മീക്കാത്ത് യലംലം എന്നിരുന്ന് പഠിച്ചിരുന്നു. പണ്ട് നടന്നു പോകരുന്നു, കപ്പലിന് നടന്നു പോയിട്ട് കപ്പലിന്. അന്ന് യലംലമായിരുന്നു. ഇന്ന് എന്താണ്? ഇന്ന് ഈ കർണുൽ മനാസിൽ എന്ന് പറയുന്ന മീക്കാത്താണ്. അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരും അവിടെ. അപ്പം നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും അല്ലേ? ഫ്ലൈറ്റിൽ പുരുഷന്മാരെന്തായിരിക്കും? ഏത് തുണിയിലായിരിക്കും? നമ്മളെ തുണി ഉണ്ടോ? നമ്മളെ തുണി കൊടുക്കുന്നു ഉണ്ടോ? ഒരു തുണി വരും. നിങ്ങൾ അമീർ പറയും ഇതാ ഫ്ലൈറ്റ് കിടക്കുകയാണ്, അപ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ എന്ന് നമ്മൾ പറയും മീക്കാത്ത് കിടക്കുന്ന സമയത്ത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. അടുത്ത പോട്ടെ. നോക്കൂടെ അതിൻ്റെ തൊട്ട് മുമ്പ് ഇന്ത്യയിൽ നിന്ന് വിമാനത്തിൽ പോകുന്നവർ ജിദ്ദയിൽ ഇറങ്ങുന്നതിൻ്റെ ഏകദേശം 20 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 25 മിനിറ്റ് മുമ്പ് സെയിലുൽ കബീർ കർണുൽ മനാസിൽ എന്ന മീക്കാത്തിൽ നിന്നാണ് നിങ്ങൾ എന്താക്കണത്? അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഇനി അടുത്തതോ? ശരി. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിൻ്റെ കുളിക്കണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നവർ എയർപോർട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ കുളിക്കുകയും, അപ്പോൾ വീട്ടിൽ നിന്ന് കുളിക്കാം. ഇഹ്റാമിന്റെ നീയത്ത് വെച്ച കുളി. എങ്ങനെയാണ് കുളി? പരിപൂർണമായ കുളി. നമ്മൾ വലിയ ശുദ്ധിക്ക് വേണ്ടി ജനാപത്തുകാരനായിരിക്കുമ്പോൾ കുളി ഉണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടോ? ആ കുളിയാണ് നമ്മൾ കുളിക്കേണ്ടത്. ഓതുവൊക്കെ എടുത്ത് ആ നീയത്തോട് കൂടി എന്നിട്ട് വലത് വശത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ വലിയ ശുദ്ധിയുള്ള കുളി ഉണ്ടല്ലോ, പരിപൂർണമായ കുളി. ആ കുളിയാണ് കുളിക്കേണ്ടത്. അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമുക്കറിയാം ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മുടി വെട്ടാൻ പറ്റൂല, അതേപോലെ തന്നെ താടി വെട്ടാൻ പറ്റില്ല. താടി ഏതായാലും വെട്ടാൻ പറ്റില്ല, എപ്പോഴും വെട്ടാൻ പറ്റൂല. മീശ വെട്ടാൻ പറ്റൂല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല, നഖം മുറിക്കാൻ പറ്റൂല, കക്ഷരോമം നീക്കാൻ പറ്റൂല. നമ്മൾ ഇഹ്റാമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കക്ഷയൊക്കെ എപ്പോഴും പുറത്തു ഓടും. നമ്മളൊരു തുണി മാത്രം ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്. അപ്പം അതൊക്കെ എന്താക്കണം? കുളിക്കണീന് മുമ്പ് തന്നെ നഖം വെട്ടുക, അതേപോലെ തന്നെ കക്ഷരോമം നീക്കുക, ഗുഹ്യ രോമം നീക്കുക, അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ മീശയൊക്കെ വെട്ടി ഒതുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്താക്കുക? ഒരുങ്ങി നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി ഇഹ്റാമിൽ പ്രവേശിക്കൽ. ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് കുളി സുന്നത്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കുളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ശുദ്ധിയുടെ ഒരു കുളി അല്ലെങ്കിൽ ഒരു പരിപൂർണമായൊരു കുളി. ഇനി നോക്കൂ, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള ഒരു സുന്നത്താണ് അവിടെ പറയുന്നത്. നമുക്കറിയാം ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഗന്ധം പൂശാൻ പറ്റൂല. സുഗന്ധം പൂശാൻ പറ്റൂല നമുക്കറിയാം അല്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കാൻ തയ്യാറായി. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ വസ്ത്രത്തിലാവാതെ ശരീരത്തിൽ സുഗന്ധം പൂശിയിരുന്നു. അത് സുന്നത്താണ്. പറഞ്ഞു മനസ്സിലായോ? ഇഹ്റാമിന്റെ വസ്ത്രത്തിലെ താടിയിലും ശരീരത്തിലൊക്കെ വേണമെങ്കിൽ സുഗന്ധം പൂശാം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ആകാൻ പാടില്ല. ഇനി നോക്കൂ, നിങ്ങൾ ആ സ്ലൈഡുകൾ ഇതിലൊന്ന് നോക്കുന്നു. അടുത്തത് ശരി. ഇഹ്റാമിന്റെ വസ്ത്രം 2 വസ്ത്രം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് പറയുന്ന മാന്യമായ വസ്ത്രമാണ്. ഇതിന് കൂടുതൽ പറയാനുള്ള കാര്യമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം തുന്നിക്കൂട്ടിയിട്ടില്ലാത്ത 2 തുണികൾ. എടുക്കാനൊരു തുണി, പൊതുക്കാനൊരു തുണി. ഒന്ന് ഉടുക്കാനും മറ്റൊന്ന് പൊതുക്കാനും. വെള്ള വസ്ത്രമാണ് നല്ലത്. വെള്ള നിർബന്ധമില്ല, നമ്മളെല്ലാവരും വെള്ള വസ്ത്രമാണ് ഉപയോഗിക്കാറുള്ളത്. വെള്ള വസ്ത്രം ആണ് നല്ലതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ബെൽറ്റ് ഇടാൻ പറ്റുമോ, വാച്ച് കെട്ടാൻ പറ്റുമോ, ചെരുപ്പിടാൻ പറ്റുമോ? ഒക്കെ പറ്റും. ഷൂ ഇടാൻ പറ്റില്ല. മടമ്പ് മറിയാൻ പറ്റൂല. ഇവിടെ കണ്ടില്ല, ഇവിടെ എന്ത് ചെരുപ്പിടാൻ പറ്റും. ചില ചെരുപ്പുകൾ മടമ്പും അതേപോലെ തന്നെ കവർ ചെയ്തിരിക്കുന്ന ചെരുപ്പുണ്ട്, അത് ഇടാൻ പറ്റൂല. അത് ഷൂവിനെ പോലെ തന്നെ ആയല്ലോ. സോക്സ് ഇടാൻ പറ്റൂല, അണ്ടർവെയർ ഇടാൻ പറ്റൂല, ബനിയൻ ഇടാൻ പറ്റൂല. ഈ 2 വസ്ത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ തുണി, ചില ആളുകൾക്ക് തുണി എടുത്ത് പരിചയം ഉണ്ടാവില്ല. ഇനി എടുത്ത് പരിചയം ഉണ്ടെങ്കിൽ തന്നെ കുറേ നേരം എടുക്കും. ബെൽറ്റ് വേണ്ടി വരും. അങ്ങനെ ബെൽറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. ബെൽറ്റ് തുന്നി കെട്ടിയെങ്കിൽ കുഴപ്പമില്ല. ബെൽറ്റുമ്പോൾ തുന്നലുണ്ടല്ലോ, ബേജാറേണ്ട ആവശ്യമില്ല. ബെൽറ്റ് നമുക്ക് ഇടാം. അതുപോലെ തന്നെ വാച്ച് കെട്ടാം, ചെരുപ്പിടാം. ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പാടില്ലാത്ത എന്തൊക്കെയാണ്?
പാടില്ലാത്ത കാര്യങ്ങൾ തൊപ്പിടാൻ പറ്റൂല, പാൻറ്, നീളം കുപ്പായം, അതുപോലെ തന്നെയുള്ള സാധനങ്ങളൊന്നും പാടില്ല. സുഗന്ധം പൂശാൻ പറ്റില്ല. വിരലുകളും മടമ്പും മറയുന്ന രൂപത്തിലുള്ള ചെരുപ്പ് പറ്റൂല. ചില ചെരുപ്പുണ്ട് അങ്ങനെ, മടമ്പിന്റെ ഭാഗത്ത് ചിലപ്പോൾ കാണുന്നുണ്ടാവും, പക്ഷെ വിരലൊക്കെ മറഞ്ഞിക്കണ കവർ ചെയ്ത ചെരുപ്പ് അത് പറ്റൂല. സോക്സ് ഇടാൻ പറ്റൂല. അതേപോലെ തന്നെ കുട ഉപയോഗിക്കണതിന് കുഴപ്പമില്ല, പക്ഷെ ചില ആൾക്കാരുണ്ട് തലയിൽ അറ്റാച്ച് ചെയ്തിക്കണ കുട പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അമീർ പറഞ്ഞു തരും ചെയ്യും, നിങ്ങൾ ശ്രദ്ധിക്കും ചെയ്യുക. അതൊന്നും ഇഹ്റാമിൽ പറ്റൂല എന്നുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ഇഹ്റാമിന്റെ വസ്ത്രമില്ല. സാധാരണ ഉപയോഗിക്കുന്ന മാന്യമായ ഇസ്ലാമികമായ ഏത് വസ്ത്രം ധരിക്കാം, ചെരുപ്പും ഷൂവും. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരം മൊത്തം മറയണം, പക്ഷെ മുഖം മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളെ ഈ കൈ മറക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യം. അപ്പൊ സ്ഥിരമായി മുഖം മറക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും. മുഖം മറക്കാൻ ഏറ്റവും നല്ലത് എവിടെ? ഇഹ്റാമിലല്ല കേട്ടോ, അല്ലാത്ത സമയത്ത്. പക്ഷെ ആയിഷ ബീവിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങള് അന്യപുരുഷന്മാരെ ഞങ്ങൾ കാണുന്ന സമയത്ത്, അന്യപുരുഷന്മാർ ഞങ്ങളെ നോക്കുന്ന സമയത്ത് ഞങ്ങളെ തട്ടം കൊണ്ടുമല്ലേ ഞങ്ങൾ മുഖം മറക്കാറുണ്ടായിരുന്നു. അഥവാ നിക്കാബ് ഇട്ട് മറക്കാൻ പറ്റില്ല. നിക്കാബ് ഇട്ടിട്ട് മുഖം മറക്കാൻ പാടില്ല. നമ്മളെ ശരീരത്തേക്ക് നേരെ ഇങ്ങോട്ട് തലയിൽ നിന്ന് ഇങ്ങോട്ട് നെറ്റിമെന്ന് ഇങ്ങോട്ട് മറയണ രീതിയിൽ പറ്റൂല. അതല്ലാത്ത രീതിയിൽ നമ്മളെ തട്ടം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം. പിന്നെ സ്ത്രീകളോട് പറഞ്ഞില്ല, മുഖം മറക്കുന്ന പ്രത്യേക വസ്ത്രം, അതേപോലെ തന്നെ നിക്കാബൊന്നും പറ്റൂല, കയ്യുറ ഗ്ലൗസ് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. ശരി, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇഹ്റാമിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ ആ ഇബാദത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് നീക്കാത്ത് കടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും എന്ന് പറഞ്ഞാട്ടെല്ലാവരും? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ. നമ്മൾ അത് പറയുന്നതോടുകൂടി ഉംറ എന്ന ഇബാദത്തിലേക്ക് കടന്നു കഴിഞ്ഞു നമ്മൾ. അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ, അല്ലാഹുമ്മ ലബ്ബൈക്ക് ഉംറ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എന്താ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ? ഉത്തരം ചെയ്തു, പടച്ചോനെ ഉംറയ്ക്കതാ ഞങ്ങൾ എൻ്റെ വിളി കേട്ട് വന്നിരിക്കുന്നു, ഞങ്ങൾ ഉംറയിൽ പ്രവേശിച്ചു എന്ന പ്രഖ്യാപനമാണ്. നിയ്യത്താണോ അത്? അല്ല, നിയ്യത്ത് നമ്മൾ ആദ്യം ഇപ്പം തന്നെ നിയ്യത്തിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് ആണുങ്ങളുള്ളത്, പെണ്ണുങ്ങൾക്ക് പിന്നെ വസ്ത്രം പ്രശ്നമില്ല. നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുകയാണ്. ഇനി നോക്കൂ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണുള്ളത്. എന്നിട്ട് ഇഹ്റാമിൽ നമ്മൾ ഉംറ കഴിഞ്ഞ് മുടിയെടുക്കുന്നത് വരെ ആ ഇബാദത്തിലാണല്ലോ. ആ ഇബാദത്തിന്റെ ഇടയിൽ നഖം മുറിക്കാൻ പാടില്ല. നമ്മൾ നഖം മുറിക്കാൻ മറന്നിരുന്നു, എന്നിട്ട് പിന്നെ കയ്യൊന്നും കടിച്ച് നഖം മുറിച്ചു. ചില ആൾക്കുണ്ട് നഖം കടിക്കണം പാടില്ല. നഖം അല്ലാത്ത രീതിയിൽ മുറിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശരീരത്തിന്റെ രോമങ്ങൾ നീക്കാൻ പാടില്ല. മുടിയോ താടിയോ ഒന്നും വെട്ടാൻ പാടില്ല. അത്ര ഉപയോഗിക്കാൻ പാടില്ല. നല്ല സുഗന്ധമുള്ള, നല്ലൊന്ന് ക്ഷീണിച്ചു. നമ്മൾ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങി. നിങ്ങളൊന്ന് മനസ്സ് കണ്ടോക്കി. ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? മക്കത്തേക്ക് പോകും അല്ലേ? ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80 കിലോമീറ്ററാണ്. അപ്പൊ നല്ലോണം ക്ഷീണിച്ച് മക്കത്ത് റൂമിൽ വന്നിട്ട് നല്ല മണമുള്ള സോപ്പ് നമ്മൾ പെരിയുന്ന ഭാര്യ പൊതിഞ്ഞു തന്നിരുന്നു. അതിട്ട് കുളിക്കാൻ പറ്റുമോ? പറ്റൂല. സാധാരണ നിലക്ക് വലിയൊരു മണമൊന്നുമില്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കണേ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ നല്ല മണമുള്ള സോപ്പ് നമ്മൾ കുളി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ആ സോപ്പിന്റെ മണം ഇങ്ങനെ നിൽക്കണം, അങ്ങനെ ഉണ്ടാവില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല. നമ്മൾ ആ ഇബാദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഇബാദത്തിന്റെ പ്രത്യേകം സുഗന്ധം പറ്റൂല എന്നാണ്. അപ്പൊ നല്ല മണമുള്ള സോപ്പ്, നല്ല മണമുള്ള ഷാമ്പു, അതുകൊണ്ട് മുഖം കഴുകുക, എന്നിട്ട് കുളിച്ചു കഴിഞ്ഞാലും നല്ല മണം, അത് പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത്ര പുഷ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വിവാഹ അന്വേഷണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ രണ്ട് ഉമ്മമാർ റൂമിലാണ്. പരസ്പരം പരിചയപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണ്? നിങ്ങൾ എത്ര മക്കളുണ്ട്? ഒരു മാള് ഇപ്പോൾ ഡിഗ്രി ആയി, ഓളെ കല്യാണം ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ഉമ്മ പറഞ്ഞു തന്നെ കല്യാണം നോക്കണം, എൻ്റെ മോനക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ ഓലെ അവിടെ നിന്ന് ഇങ്ങനെ കല്യാണം ഉണ്ടാക്കല പണി. പറ്റൂല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, രണ്ട് വാപ്പാരും ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു വാപ്പ ഒരു ചെറുപ്പക്കാരൻ എന്ത് മോനി ചിന്തയാണ്? ഞാൻ ബിടെക് കഴിഞ്ഞു, എത്ര വയസ്സായി? 20 വയസ്സായി, കല്യാണം നോക്കണ്ട. അന്ന് എൻ്റെ മോളുണ്ട്. അറിയാതെ ഇങ്ങനെ നമ്മൾ ഉണ്ടല്ലോ, നല്ലൊരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ പറ്റൂല. കല്യാണം അന്വേഷിക്കല്, അതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വർത്താനങ്ങൾ. അതേപോലെ തന്നെ വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത് മനസ്സിലാകത്തുള്ളൂ. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1500 വർഷം മുമ്പ് റസൂലുള്ളാഹി പറയണത് അല്ലേ? അന്നൊക്കെ
നടന്നു വരികയാണ്. ഭക്ഷണമല്ല. മരുഭൂമികളിൽ നല്ല മാനുണ്ടാവും, മാൻപേടകൾ ഉണ്ടാവും, ആടുണ്ടാകും. അതേപോലെ തന്നെ നല്ല മുയലുകൾ ഉണ്ടാവും. വേട്ടയാടി പിടിക്കാൻ പറ്റുന്ന. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വേട്ടയാടാൻ പറ്റൂല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വേട്ടമൃഗങ്ങളെ അള്ളാഹു കൊണ്ടുവന്ന് നിർത്തും. വിശുദ്ധ ഖുർആനിൽ പറയാം, വേട്ടമൃഗങ്ങളെ നിങ്ങളുടെ മുഖത്തേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിർത്തും. നിങ്ങളുടെ കുന്തം കൊണ്ടൊന്ന് കുത്തിയാൽ തന്നെ ഒരു ഓടിപ്പോകാതെ നിങ്ങൾക്ക് പിടുത്തം തരുന്ന രീതിയിൽ നിർത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന കാലത്ത് കാരണം ഒരു മാനിനെ പിടിച്ചാൽ ഓൽക്ക് ഒരു 5 ദിവസത്തിന് തിന്നാൻ അത് മതിയാവും. പട്ടിണിയാണ്, ഭക്ഷണം കണ്ടെത്തണം. ഇന്നത്തെ പോലെ അല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു പാടില്ല. ശരി, ഇരിക്കട്ടെ, കൂടുതൽ വിശദീകരിക്കണില്ല. അതുപോലെ തന്നെ പുരുഷന്മാർ നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ടൊന്ന് കുളിച്ചു, സോപ്പൊന്നും ഇടാതെ കുളിച്ചു, എന്നിട്ട് റൂമിൽ AC ഉണ്ട്, AC-ലാണ് നല്ല കിടന്നുറങ്ങി, പുതച്ചു മൂടിയാണ് കിടന്നുറങ്ങി. പറ്റുമോ? തലമറക്കാൻ പറ്റുമോ? തലറക്കാൻ പറ്റൂല. അപ്പൊ ഉപ്പ അങ്ങനെയാണെങ്കിൽ തലമറക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ പൊതച്ചു മൂടി കിടക്കാൻ പറ്റുമോ? പൊതച്ചു മൂടി കിടക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഉംറ ചെയ്യുന്നതിന് മുമ്പ് റൂമിലൊന്ന് വിശ്രമിച്ചിട്ട് അമീർ പറയും, അതെല്ലാം ക്ഷീണിച്ചു, നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉംറക്ക് പോകാം, ഭക്ഷണം കഴിച്ചിട്ട് ഉംറക്ക് പോകാം, 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തോളി. റെസ്റ്റ് എടുക്കുമ്പോൾ നന്നായി പുതച്ചു മൂടി കിടന്നുറങ്ങി. ആണുങ്ങളെ കാര്യം പറയുന്നത്. പെണ്ണുങ്ങൾക്ക് മുഖം മറച്ച് കിടക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ എന്താണ് ചെല്ലുന്നത്? തൽബിയത്ത് ചെല്ലുകയാണ്. തൽബിയത്ത് ചെല്ലിയാട്ടെ, എല്ലാവരും തൽബിയത്ത് ചെല്ലിയാട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ല, ചെല്ലട്ടെ, ഞാൻ എന്റെ കൂടെ ചെല്ലുന്ന ആദ്യം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഒന്ന് ചൊല്ലിയാട്ടെ. ശരി, ഇത് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഉംറ കഴിയണ വരെ ചൊല്ലാനുള്ളതാണ്. ഇതെന്താ സംഭവിക്കുന്നറിയോ? പല ആളുകളും ചൊല്ലൂല. കുറച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും നല്ല ഹജ്ജ് ഏതാണ്? ഏറ്റവും നല്ല ഹജ്ജ് ഏറ്റവും കൂടുതൽ തൽബിയത്ത് ചൊല്ലിയ ഹജ്ജാണ്. അപ്പൊ ഉംറക്കത് ബാധകമാണ്. അറവ് നടത്തുന്ന ഏറ്റവും കൂടുതൽ തൽബിയത്ത് നടത്തുന്ന ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ്. അപ്പൊ ആണുങ്ങൾ ഉറക്കെ ചെല്ലണം, പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാർ കേൾക്കാത്ത രീതിയിൽ പതുക്കം ചെല്ലണം. ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്, എപ്പോഴും ചെല്ലണം. മനസ്സിലായില്ലേ? ക്ഷീണം വന്നാൽ നിർത്ത, പിന്നെയും ചൊല്ലുന്നു, വെള്ളം കുടിച്ചിട്ട് ചൊല്ലുന്നു. അതാണ് ഏറ്റവും നല്ല ഉംറ. നിങ്ങൾ എത്ര ചൊല്ലിയോ നിങ്ങൾക്ക് അത്രയും പ്രതിഫലം ഏറെ കിട്ടും. ഹജ്ജ് പരിപൂർണ്ണം പെർഫെക്റ്റ് ആയിരിക്കും എന്നർത്ഥം. ശരി, ആയിക്കോട്ടെ. പിന്നെ നമ്മൾ റൂമിലെത്തി. റൂമിൽ നിന്ന് കഴിഞ്ഞ ശേഷം അമീറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഹറമിലെത്തി. പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ വിശദീകരിക്കണില്ല, കുറച്ച് സമയം ഏറെ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പിന്നെ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ പറഞ്ഞു, 2 വസ്ത്രമാണെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും ആണുങ്ങളത് അറിയാം. പിന്നെ നമുക്ക് റുക്കനുകൾ 1 നമ്മൾ ചെയ്തല്ലേ? എന്താണ് ഒന്നാമത്തെ റുക്കന്? ഇഹ്റാമിൽ പ്രവേശിക്കലല്ലേ? അത് കഴിഞ്ഞില്ലേ അല്ലേ? ഇനി നമ്മളിപ്പോൾ എവിടെ എത്തി? പോട്ടെ, തവാഫ് എന്നുള്ള അവിടേക്ക് എത്തട്ടെ. ശരി, ആദ്യമായി പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണ്? കഅബാലയത്തിൽ ചെന്നിട്ട് തവാഫ് ചെയ്യാനല്ലേ ഉള്ളത്? ശരി, അതിൻ്റെ അടുത്ത ക്ലിപ്പ് കാണട്ടെ. ശരി, നോക്കൂ നിങ്ങൾ, ഇതാണ് കഅബാലയം. കഅബാലയത്തിന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ തവാഫ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കും. എവിടുന്നാണ് തവാഫ് ചെയ്യാൻ ആരംഭിക്കേണ്ടത്? ഇവിടെ നോക്കൂ, കാണുന്നുണ്ടല്ലോ അല്ലെ? ഹജറുൽ അസ്വദിന്റെ കഅബക്ക് 4 മൂലകളാണുള്ളത് അല്ലെ? ഒന്ന് ഹജറിന്റെ മൂലുണ്ട്, അതേപോലെ തന്നെ റുക്നുൽ ഇറാഖി ഉണ്ട്, റുക്നുൽ ഷാമി ഉണ്ട്, റുക്നുൽ അമാനി. അപ്പൊ എവിടുന്നാണ് പിന്നെ തവാഫ് തുടങ്ങേണ്ടത്? ഹജറുൽ അസ്വദിന്റെ അടുത്തുനിന്നാണ് തുടങ്ങേണ്ടത്. ശരി, അത് ഓക്കെ. ഹജറുൽ അസ്വദിന്റെ അടുത്തുനിന്ന് തുടങ്ങിയിട്ട് അത് അവിടെ നിന്ന് എന്ത് ചൊല്ലണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം, അവിടേക്ക് ഞാൻ എത്തുന്നുണ്ട്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് റുക്നുൽ ഇറാഖി കഴിഞ്ഞ്, റുക്നുൽ ഷാമി കഴിഞ്ഞ്, മൂന്നാമത്തെ പിന്നെ ഇവിടെ 1, 2, 3, അതേപോലെ തന്നെ യമാനും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ചുറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ്
ആ ഓക്കെ ശരി. ഒരു ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റായി അല്ലേ? ഇങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഇനി ഇവിടെ ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടും. അടുത്ത ഹജറിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. അടുത്തെടുത്ത് ഓക്കെ ശരി. ഇതാണ് ഹജറുൽ അസ്വദ് നമുക്കറിയാം. അപ്പൊ നമ്മള് പിന്നെ തവാഫ് ആരംഭിക്കുകയാണ്. നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ നടത്തി ഇങ്ങനെയുള്ള നമ്മൾ ചുറ്റിയിടല് അല്ലേ? ഇങ്ങനെ അല്ലല്ലോ. പക്ഷേ ആണുങ്ങൾ എന്ത് ചെയ്യണം? വലത് ഷോൾഡർ ഒന്ന് പുറത്താക്കും. ഇങ്ങനെയാണ് വലത് ഷോൾഡർ പുറത്താക്കി മനസ്സിലായി. അപ്പൊ നമ്മള് ഇവിടെ നിങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് കാണിച്ചു കൊടുക്കുക. അവിടെ കാണുന്നുണ്ട്, നോക്ക്. ഇൽത്തിബാ എന്നാണ് പറയാ. തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് പുരുഷന്മാര് ഇൽത്തിബാ ചെയ്യണം. മനസ്സിലായില്ല? ഇങ്ങനെ ഇടുക എന്നുള്ളതാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. വെറുതെ ഷോൾഡർ പുറത്ത് കാണിക്കുക. ഇവിടെ നിൽക്കും, നീളമുള്ളതൊക്കെയാണ് ഇവിടെ നിൽക്കും. കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ശരി. ഇതിനെന്താ പറയാ? ഇൽത്തിബാ ചെയ്യാന്നാണ് പറയാം. ശരി, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ പേരൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല. അപ്പൊ നമ്മള് എന്താണ് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത് തുടങ്ങുകയാണ് അല്ലേ? ഫസ്റ്റ് നമ്മൾ തുടങ്ങുകയാണല്ലോ. തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ നമ്മൾ പിന്നെ ഹജറുൽ അസ്വദിന്റെ മൂലയ്ക്ക് നമുക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒരു പച്ച ലൈറ്റ് അവിടെ ഇട്ടുണ്ടാവും. ഹജറുൽ അസ്വദിന്റെ മൂല അവിടെ മത്താഫിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് ഹജറുൽ അസ്വദ് എന്നുള്ളത് നമുക്ക് അമീർ കാണിച്ചിട്ട് നമുക്ക് അവിടെ കാണാം. ആളുകളുടെ കൂടുതൽ തിരക്കുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഹജറുൽ അസ്വദ് നമുക്ക് നോക്കൂ നിങ്ങൾ. പിന്നെ അടുത്ത നോക്കൂ. ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ടോ കയ്യോ വടിയോ കൊണ്ട് തൊട്ട് കണ്ട് അത് ചുംബിച്ചുകൊണ്ടോ അത് സാധ്യമായില്ലെങ്കിൽ കൈ ഹജറിന് നേരെ ഉയർത്തിയും ആരംഭിക്കും. ചുംബിക്കാൻ ഏതായാലും കിട്ടില്ല നമുക്കറിയാം. പറ്റുകയാണെങ്കിൽ അവിടെ ചുംബിച്ചിട്ട് ഹജറുൽ അസ്വദ് ചുംബിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തുടങ്ങും. അത് ഏതായാലും നടക്കൂല, തിരക്കാണ് നമുക്കറിയാം. അവിടെ തിരക്ക് പോയിക്കാണ് ചുംബിച്ചിട്ട് നമ്മളെ ഉംറയും കൊളാവും എല്ലാം കൊളാവും. അതിന് നമ്മൾ ആരും നിൽക്കൂല കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുമോ? ചുംബിക്കാൻ കഴിയില്ല, കുറച്ചെടുത്തെത്തി, വലിയ തിരക്കൊന്നും. തൊടാൻ പറ്റുമോ? തൊട്ടിട്ട് കൈ വെച്ചു. അതിനും സാധ്യമാകൂല സാധാരണ. മനസ്സിലായില്ല? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് സംഗതി സാധ്യമാവില്ല, സാധാരണ സാധ്യമാവില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഹജറുൽ അസ്വദിന്റെ മൂല ഇതാണെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എന്താണ്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയാം. അല്ലാഹു അക്ബർ എന്ന് പറയും. എന്നിട്ട് ചില ആൾക്കാരുടെ കൈ ഇങ്ങനെ ആക്കിയിട്ട് കൈ മുത്തേണ്ട ആവശ്യം ഇല്ല. എവിടെയാണ് മുത്തല്? ഒന്നില്ലെങ്കിൽ ആചാരനെ മുത്തുക, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് തൊട്ടിട്ട് മുത്തി സഹാബികളൊക്കെ, അല്ലെങ്കിൽ ഓരോ വടി കൊണ്ട് മുത്തിന്ന് കാണാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് മുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചുറ്റ് ആരംഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ പിന്നെ തുടങ്ങണത്. അപ്പൊ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ആരംഭിച്ചു അല്ലെ? എന്താ പ്രാർത്ഥിക്കേണ്ടത്? തവാഫിൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്തും പ്രാർത്ഥിക്കാം. അറബിയിൽ പ്രാർത്ഥിക്കാം, മലയാളത്തിൽ പ്രാർത്ഥിക്കാം. ചില ആളുകളൊക്കെ ഏറ്റവും സങ്കടം തോന്നും. ഒന്നാമത്തെ ചുറ്റിൽ പ്രാർത്ഥിക്കേണ്ടത്, രണ്ടാമത്തെ ചുറ്റിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല പുസ്തകങ്ങളും അടിച്ചിറക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ സാധുക്കൾ ഈ തിരക്കിൻ്റെ ഇടയിൽ അതിങ്ങനെ പ്രാർത്ഥിച്ച് പോവാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ച ബിദ്അത്തുകളാണ്, പുത്തനാചാരങ്ങളാണ് അതൊക്കെ. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തും പ്രാർത്ഥിക്കും. ഖുർആൻ ഓതാം, ഒരു ആയത്തിൽ കുറിച്ച് മാമൻ റസൂലൊക്കെ ഓതിയിട്ട് തുടങ്ങാം, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാം, ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിയിട്ട് തുടങ്ങാം. അതൊക്കെ പ്രാർത്ഥനയുമാണ്, ഖുർആനുമാണ്. എന്നിട്ട് എന്തും പ്രാർത്ഥിക്കാം. നമ്മൾ ചുറ്റി ഇവിടുന്ന് പിന്നെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലം തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ അടുത്ത മൂല അത് കഴിഞ്ഞിട്ട് റുക്നുൽ യമാനിന്റെ മൂല ഉണ്ട്. ഒന്ന് കാണിച്ചാൽ ഇത് റുക്നുൽ യമാനി. നോക്കൂ, റുക്നുൽ യമാനിയുടെ മൂല മനസ്സിലായില്ലേ? ഹജറുൽ അസ്വദിന്റെ തൊട്ടടുത്തുള്ള മൂലയാണ്.
ഹജർ ഒരു മൂല, അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന്, അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന്, പിന്നെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള മൂലയാണ് ഈ റുക്നുൽ യമാനിന്റെ മൂല. എവിടെയാണ്? ഇവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാകുക. അവിടെ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടാ ഇങ്ങനെ. അവിടെ കഅബയുടെ ഈ കില്ല കുറച്ച് മാറ്റിയിട്ടുണ്ടാവും അല്ലേ? കഅബയുടെ കില്ല അവിടെ കുറച്ച് മാറ്റിയിട്ടുണ്ടാവും. അവിടെ വലിയ തിരക്കുണ്ടാവില്ലേ? ഹജറുൽ അസ്വദിന്റെ അവിടുത്തെ അത്ര തിരക്കുണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് സ്പർശിക്കൽ സുന്നത്താണ്. മനസ്സിലായല്ലോ? റുക്നുൽ യമാൻ. അപ്പോ എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോണത് പറഞ്ഞാട്ടെ? ഹജറുൽ അസ്വദിന്റെ അടുത്തേക്കാണ് പോണത് അല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇതാണ് റുക്നുൽ യമാൻ. ഇവിടെ ചുറ്റിയാൽ ഒരു തവാഫായി. പക്ഷേ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു തവാഫ് കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തവാഫിന് wudu, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുത്താണ് തവാഫ് ചെയ്തത്. പണ്ഡിതന്മാര് പറയുന്നുണ്ട് wudu നിർബന്ധമാണ്. wudu തവാഫിന് നിർബന്ധമാണ്. അപ്പൊ wudu ഉണ്ടായിരിക്കണം. സഈന് wudu വേണോ? wudu വേണോ? വേണ്ട. അപ്പൊ തവാഫിന് എന്ത് വേണം? wudu വേണം. wudu മുറിയാതെ നോക്കുക, കൂട്ടം തെറ്റാതെ നോക്കുക, wudu മുറിയാതെ നോക്കുക, പ്രയാസമില്ലാതെ നോക്കുക. ആ രീതിയിലായിരിക്കണം പോകട്ടെ. അപ്പൊ ഒരു തവാഫ് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ ഹജറിലെത്തി. നമ്മളിങ്ങനെ ചുറ്റി വരികയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. ഇവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു അക്ബർ പറയുന്നു. വീണ്ടും ചുറ്റുന്നു. ഇങ്ങനെ എത്ര പ്രാവശ്യം ചുറ്റുന്നു? 7 പ്രാവശ്യം ചുറ്റുന്നു. 7 തവാഫ് അല്ലേ? അതിന്റെ ഇടയിൽ ഒന്ന് മുറിഞ്ഞു. എന്ത് ചെയ്യണം? പോയി ഒന്ന് എടുത്തിട്ട് വരണം. അപ്പൊ ഒരു മൂന്നര ചുറ്റി വിറ്റപ്പോ ഒന്ന് മുറിഞ്ഞു. പോയി ഒന്ന് എടുത്തിട്ട് ആ അരണ്ട് ഒഴിവാക്കുക. ചില വണ്ടിയന്മാർ അര ഒഴിവാക്കുക. എന്നിട്ട് 4 ചുറ്റി വേറെ ചുറ്റും. ചില വണ്ടിയന്മാർ എവിടുന്നാണോ ഒന്ന് മുറിഞ്ഞ് അവിടേക്കാണ് വന്നിട്ട് വേറെ എന്ത് ചെയ്യാം? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പൊ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഒന്നെടുത്ത് വരാറിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രസം ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഈ പറയുന്ന സുഖം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് മൂത്രയിച്ച് ശരിക്ക് ടോയ്ലറ്റിലൊക്കെ പോയിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത്? ഇവിടെ ഈ തവാഫിന്റെ വിഷയം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ. ഇനി അടുത്തത് തവാഫ് ചെയ്യാൻ ഒന്ന് നിർബന്ധമാണ്. 7 തവണയാണ് തവാഫ് ചെയ്യേണ്ടത്. പുരുഷന്മാർ ആദ്യത്തെ 3 ചുറ്റലിൽ റമല് ചെയ്യണം. എന്താണ്? പുരുഷന്മാര് ആദ്യത്തെ 3 ചുറ്റ് ഒന്ന് കുലുങ്ങിയിട്ട് നടക്കണം. മനസ്സിലായി? ആദ്യത്തെ 3 ചുറ്റ്. പക്ഷെ തിരക്കാവുമ്പോൾ ചിലപ്പോൾ റമല് നടത്താൻ കഴിയൂല. ഭയങ്കര ഇങ്ങനെ തിരക്കേക്കാം. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് പറ്റണമാതിരി നമ്മൾ ചെയ്യാം. തിരക്കണ ആവശ്യമില്ല, പറ്റുന്ന രീതി ചെയ്യാം. ഇടങ്ങാറായിട്ട് മറ്റുള്ളവരെ ഇടങ്ങാറാക്കേണ്ട നമ്മൾ ആവശ്യമില്ല കേട്ടോ. അതോ എങ്ങനെ ഒന്ന് കുഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആയിരിക്കട്ടെ. ഏതായിരുന്നാലും 3 ചുറ്റുണ്ട്. സ്ത്രീകൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. തിരക്കാണെങ്കിൽ പുരുഷന്മാരെ ഇടങ്ങാറായി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ്. നോക്കൂ, 2 കാലടികൾ അടുത്ത് വെച്ച് ചെറുതായി കുലുങ്ങി അല്പം വേഗത്തിൽ നടക്കുന്നതിനാണ് റമല് നടത്തം എന്ന് പറയുന്നത്. കാലിങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുലുങ്ങി നടക്കും. സ്ത്രീകൾ റമല് ചെയ്യേണ്ട ആവശ്യം. അടുത്ത ഇതിലേക്ക് പോട്ടെ. നമ്മൾ പറഞ്ഞു തവാഫിന് ഒന്ന് നിർബന്ധമാണ്. ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എടുത്തു വരണം. തവാഫിന്റെ എണ്ണം മറന്നു. സ്ഥിരമായി സംഭവിക്കണം. തവാഫിന്റെ എണ്ണം മറന്നു. ഒരു 6 ആണോ 5 ആണോ? സ്ഥിരമായി ചില ആളുകൾക്ക് സംഭവിക്കണമാണ്. ചിലപ്പോൾ എണ്ണം പിടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം പോയിട്ടുണ്ടാവും, കല്ല് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യാം? ഏതാണോ ഉറപ്പുള്ളത് അതിമ പിടിക്കാം. 6 ആണോ 5 ആണോ സംശയം, എന്തിമ പിടിക്കാം? 5 പിടിക്കാം കേട്ടോ. അത് ശ്രദ്ധിക്കാം. തവാഫിനിടയിൽ ചെല്ലാൻ പ്രത്യേകം ദിക്റില്ല. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു? റുക്നുൽ യമാനിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ എന്ത് ചെല്ലണം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. എന്നിട്ട് തവാഫ് കഴിഞ്ഞ് 7 തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കണം. മഖാം ഇബ്രാഹിമിന്റെ ഇതാണ് മഖാം ഇബ്രാഹിം. ഇതിന്റെ പിന്നിൽ നിസ്കരിക്കുക എന്ന് പറയും. ഇവിടെ തന്നെ നിസ്കരിക്കണം. അവിടെ നിസ്കരിക്കാൻ കഴിയും ചെയ്യില്ല. ഇതൊക്കെ ആളുകൾ തവാഫ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പോയി തിരക്കുണ്ടാക്കണ്ട. ഇതിന്റെ പിന്നിൽ 10,000-കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. എത്രയോ ബാക്കിൽ എത്രയും ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഒഴിഞ്ഞു പോയിട്ട് നിസ്കരിക്കും. തവാഫ് ചെയ്യുന്ന ആൾക്കാരുടെ മത്താഫിൽ പോയി നിസ്കരിച്ച് ഓല് നമ്മളെ തലയിൽ ചവിട്ടി ഓല് വീണ് നമുക്ക് ഭരിക്കും. അതിനൊന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ നിസ്കരിക്കാൻ സ്ഥലമുണ്ട് അവിടെ. മഖാം ഇബ്രാഹിമിന്റെ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഗതിയാണ്. അപ്പോ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഈ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്നൊന്ന് ചൊല്ലുക. എന്താണ്?
വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചൊല്ലണം? ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചൊല്ലണം? സൂറത്തുൽ കാഫിറൂൻ ചൊല്ലുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുക. കേട്ടാ? അപ്പൊ എന്തായി? തവാഫ് വേണം. തവാഫ് ചെയ്താൽ എപ്പോഴും സുന്നത്തായ തവാഫൊക്കെ ആണെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യാനുള്ളത്? ഇഹ്റാമിൽ പ്രവേശിച്ചു, തവാഫും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? സഅയാണ് അല്ലെ? സഅയ ചെയ്യാം. ഈ സഅയ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സഅയിലേക്ക് സഫാ മർവയ്ക്ക് പോവാണല്ലോ. ആദ്യം സഫയിന്നാ തുടങ്ങുക. ഈ പോകുന്ന സമയത്ത് കുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സംസം കുടിച്ചു എന്നാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി. ഹദീസിൽ കാണുന്നത് നന്നായിട്ട് സംസം കുടിച്ചു എന്നാണ്. നന്നായിട്ട് സംസം കുടിക്കും. സംസം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നന്നായിട്ട് സംസം കുടിച്ചാൽ നമ്മൾ സഫാ മർവ അത്യാവശ്യം പോകാണ്. 450 മീറ്റർ അല്ലേ? ഒരു മാറ്റമുണ്ട്. 450 × 7 എന്ന് കൂട്ടി വെക്കാണ്. എത്ര കിലോമീറ്റർ ആയി? നന്നായി വെള്ളം കുടിച്ചാൽ മൂത്രയ്ക്കാൻ പറ്റും. പിന്നെ പുറത്ത് പോയി മൂത്രയ്ക്കൽ പോസിബിൾ അല്ല. അപ്പോൾ റസൂലുള്ളാഹി സുന്നത്തെ നമുക്ക് കാണിച്ചു സംസം കുടിക്കുക. സംസം കുടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തണുത്ത വെള്ളം ഒഴിവാക്കുക. തണുത്ത വെള്ളം സംസം ഒഴിവാക്കുക. നമുക്കത് ഇതാവില്ല. പിന്നെ അത് പനി പിടിച്ച് പ്രയാസമായി ജലദോഷം പിടിച്ച് അജ്ജിനൊക്കെ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും പെട്ടെന്ന് പറയാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ സഅയ് നടത്താനാണ് പോകുന്നത്. സഫാ മർവയിലാണ് പിന്നെ നമ്മൾ ഓടുന്നത്. മനസ്സിലായില്ലേ? സഫാ മർവയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇപ്പൊ എല്ലാം ആധുനികമായി എല്ലാം ശരിയാക്കി. അന്ന് പിന്നെ അജാജികൾ ഓടി പോലെ എന്നല്ല, ഇന്നെല്ലാം സെറ്റപ്പാക്കി റെഡിയാക്കി മുസൈക്ക് ഇട്ട് AC-യിലാണ് നമ്മൾ പോവുക. പുള്ളി AC-യാണ് കേട്ടാ. ശരി, സഫായിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പൊ നമ്മൾ സഫയിലേക്ക് നമ്മളിങ്ങനെയാണ് കയറി പോവുകയാണ്. സഫയിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ആ ആയത്ത് നിങ്ങൾക്ക് പരിചയമല്ലേ? എന്താ ചെയ്യാ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. നോക്കി അറിയാൻ നോക്കി അല്ലെ? ഒരാൾ കാണാൻ പഠിച്ചു വരണം വെച്ചു. ഒരാൾക്ക് ആയത്ത് മുഴുവൻ ചൊല്ലാൻ പറ്റിയാണ് മുഴുവൻ ചൊല്ലും. ഏതാണ്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന് മുഴുവൻ ചൊല്ലിയിട്ട് അപ്പൊ നമ്മള് നിസ്കാരം കഴിഞ്ഞ് സംസം കുടിച്ച് നടന്നിങ്ങനെ കയറി പോകുമ്പോഴാണിത് ചൊല്ലണത്. മനസ്സിലാകുന്നുണ്ടോ? ശരി. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങണത് പറഞ്ഞിട്ട്? സൊഫയിൽ നിന്നും മർവയിലേക്ക്. അപ്പോ അബ്ദഉ ബിമാ ബദ അല്ലാഹു ബി എന്നൊന്ന് പറയുന്ന സുന്നത്താണ്. അല്ലാഹ് തുടങ്ങിയോടത്തുനിന്ന് ഞാനും തുടങ്ങുന്നു. അല്ലാഹ് ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്ന സൊഫാ വൽ മർവത്ത എന്നല്ല പറഞ്ഞു. ഇന്ന മർവത്ത വ സഫ എന്നാ പറഞ്ഞു അല്ല. അപ്പൊ അല്ലാഹ് സൊഫയിൽ തുടങ്ങി ഞാനും തുടങ്ങുന്നു. അല്ലാഹ് തുടങ്ങിയോടത്തുനിന്ന് ഞാനും തുടങ്ങുന്നു എന്നേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. ഒരാൾക്ക് പറയാൻ കിട്ടണില്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പറയൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നേരെ സൊഫയിലെത്തി. എവിടെയാണ് സൊഫ? കാണിക്കൂ. നമ്മൾ സൊഫയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൊഫയിൽ നിന്നിട്ട് സൊഫയുടെ ആ ഭാഗത്ത് നിന്നിട്ട് കാബയെ നോക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്? എന്താണ്? ശേഷം കാബയുടെ നേർക്ക് തിരിഞ്ഞ് ഇവിടെ കാണിച്ചു. ശേഷം കാബയുടെ നേരെ തിരിഞ്ഞ് എന്താണ് ചൊല്ലേണ്ട എല്ലാവരും? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ ബാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ. ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. ഇത് ഒരു പ്രാവശ്യം ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എവിടെയുള്ളത് ഇപ്പൊ പറഞ്ഞിട്ട് സൊഫയിൽ എന്നിട്ട് കാബയിൽ നോക്കി പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ചൊല്ലി എന്നിട്ട് നമ്മളെ പ്രാർത്ഥിക്കാനുള്ളൊക്കെ പ്രാർത്ഥിക്കാം. എന്നിട്ട് വീണ്ടും ചൊല്ലാം, എന്നിട്ടും പ്രാർത്ഥിക്കാം, വീണ്ടും ചൊല്ലി. ഇങ്ങനെ 3 പ്രാവശ്യം. അതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഭയങ്കര തിരക്കേക്കാണ്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവിടെ നിൽക്കാനായിട്ടില്ല. നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അവിടെ അയച്ചോളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരും. പറ്റണമാതിരി ചെയ്യാം. ഹാജിമാർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രയാസം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ നിൽക്കണം, ഹദീസിലുണ്ടല്ലോ പ്രാർത്ഥിക്കാനുള്ള പറഞ്ഞ് മസിലടിക്ക് നിൽക്കാൻ അതൊക്കെ അയക്കും ചെയ്യില്ല. പറ്റുന്നത്ര അവർ ചെയ്യാന്നുള്ളതാണ് കേട്ടാ.
അപ്പോ ഇത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് ശേഷം നമ്മൾക്ക് ദുആ ചെയ്യാനുള്ള ചെയ്യുന്നു. ഇതാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അത് ഒരാൾക്ക് അറിയില്ലെങ്കിൽ നോക്കി പ്രാർത്ഥിക്കാം, നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സൊഫയിൽ നിന്ന് എവിടേക്കാണ് പോണത്? മർവയിലേക്ക്. മർവയിലേക്ക് ചെന്നിട്ട് അവിടുന്ന് നമ്മൾ കാബയാലയത്തിന്റെ നേരെ കാബയിലേക്ക് നോക്കിയാണ്. പക്ഷെ കാബയിലേക്ക് ഒന്നും നോക്കിയാൽ കാണൂല, അവിടെയൊക്കെ ബിൽഡിംഗ് ആണ്. കാബയിലേക്ക് നോക്കിയാൽ കാണൂല. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇതേമാതിരി തന്നെ പ്രാർത്ഥിക്കും. അവിടെ പിന്നെ കുറച്ചുകൂടി നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. പക്ഷെ ഹജ്ജിന്റെ സമയത്തൊക്കെ നിർത്താൻ എത്രത്തോളം സ്ഥലം ഉണ്ടാവും, ആൾക്കാർ തിരക്ക് നമുക്ക് പറയാൻ പറ്റൂല. ഇതേമാതിരി തന്നെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അതിന്റെ ഇടയിൽ മറ്റുള്ള പ്രാർത്ഥന പിന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ എവിടേക്ക് പോവുക? അപ്പൊ നമ്മൾ മറവിയിലേക്ക്. പിന്നെ എവിടേക്ക് പോവുക? സൊഫയിലേക്ക്. അപ്പോ നമ്മള് അടുത്തൊരു ഇപ്പോൾ കാണിച്ചു കൊടുത്ത ആളുകൾ നടക്കുന്നത് സൊഫാമറ നടക്കണാണിത്. ഇവിടുത്തെ തിരക്കാണിത്. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കലൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അടുത്ത ക്ലിപ്പ്. പിന്നെ സൊഫാ മർവയിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അഥവാ സൊഫയിൽ നിന്ന് നമ്മള് ഇങ്ങനെ ഇറങ്ങി കുറച്ചിങ്ങോട്ട് ഇറങ്ങി, ആ ഇറക്കിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, കുന്നാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പച്ച ലൈറ്റ് മുകളിൽ ഇങ്ങനെ കത്തും. ആ ഭാഗത്ത് പുരുഷന്മാരെന്താക്കണം? പച്ച ലൈറ്റുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ കുറച്ചൊന്ന് സ്പീഡിൽ നിന്ന് നടക്കണം. പുരുഷന്മാര് മാത്രം. മനസ്സിലായില്ലേ? സ്ത്രീകൾ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ പച്ച ലൈറ്റ്, അതെന്താണ്? ഹാജറ ബീവി അവിടെ നിന്ന് കുറച്ച് സ്പീഡിൽ ഓടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ സൊഫീന്ന് ഇറങ്ങുമ്പോഴേ മറവിക്ക് പോകുമ്പോഴൊന്നും ഓടാണ്ട്, മറവിക്ക് സൊഫയിലേക്ക് പോകുമ്പോഴും ഒന്ന് ഓടാണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാര്യ ഉണ്ട്, അടുത്തുണ്ട്, ഭാര്യ ഉണ്ട്, മോളുണ്ട്. നമ്മൾ ഓടുമ്പോൾ എന്ത് ചെയ്യും? ഓടണ്ട. നമ്മളൊന്ന് ഇങ്ങനെ ഓടിയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കാത്തിക്കുക, ഒരിട്ട് വരാം. മനസ്സിലായില്ലേ? അവിടെ ഓടാൻ പറ്റും. മറ്റടുത്ത റംലിന്റെ പോലെ അല്ല, അവിടെ എല്ലാവരും ഓടുണ്ടാവും. എന്നിട്ട് കുറച്ചു കാത്തുനിന്ന് പിന്നെ ഭാര്യമാരെ കെട്ടി നശിച്ചിട്ടുണ്ടോ? പറഞ്ഞു മനസ്സിലായി? ആ രീതിയിൽ അവൾ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവരൊക്കെ ഓടാൻ കഴിയില്ലെങ്കിൽ ഓടി ഇടങ്ങാറാകണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പോട്ടെ. സഅയി എന്ന് പറയുന്ന അടുത്ത് കിട്ടും. അടുത്ത് ശരി നോക്കൂ. നമ്മള് ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്നും ഹജറിന്റെ അടുത്തുനിന്ന് അടുത്ത ഹജറിലേക്ക് പോയപ്പോഴല്ലേ ഒന്ന്, അല്ലേ? എന്നാൽ സൊഫാ മർവയിൽ എങ്ങനെ? സൊഫയിൽ നിന്ന് മർവയിലേക്ക് പോയി പിന്നെ സൊഫയിലേക്ക് പോയതാണോ ഒന്ന്? അല്ല. നോക്കൂ, ഇവിടെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് പോയി, ഒന്നായി. മർവയിൽ നിന്ന് സൊഫയിലേക്ക് പോയി, 2ആയി. അപ്പോൾ 7 ആകണമെങ്കിൽ എവിടെ അവസാനിച്ചിട്ടുണ്ടാവും? മർവയിൽ അവസാനിച്ചിട്ടുണ്ടാവും. മർവയിൽ അവസാനിച്ചാൽ എന്തായി? നമ്മളെ സഅയി കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഉമ്മമാർക്ക് മനസ്സിലായല്ലോ? മർവയിലാണ് അവസാനിക്കുക. മർവയിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഅയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തഹല്ലുലാകുക എന്നുള്ളതാണ്. ആണുങ്ങൾ മുടി മൊട്ടടിക്കണീനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പെട്ടെന്ന് തഹല്ലുലാകുക. അടുത്തുള്ള ബാർബർ ഷോപ്പ് പോയിട്ട് അവിടെ പല രീതിയിൽ തഹല്ലുലാകുന്ന ആളുകളെ കാണാൻ സാധിക്കും. മർവയിൽ തന്നെ മുടി വെട്ടിയിരുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അള്ളാന്റെ പള്ളി വൃത്തികേടാക്കുന്ന ആൾക്കാർ. നമ്മളൊരു 10 റിയാലോ 15 റിയാലോ 5 റിയാലോ ഒക്കെ കൊടുത്തിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി മൊട്ടടിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊട്ടടിക്കുന്ന ആൾക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചു. 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇനി ഒരാൾ മൊട്ടടിക്കണില്ലെങ്കിൽ എല്ലായിടത്തുനിന്നും മുടി വെട്ടണം. ഏറ്റവും നല്ലത് മൊട്ടടിക്കും. ചില ആൾക്കാരുണ്ട് എന്ത്, ഞാൻ മൊട്ടടിക്കലില്ല, ഹെയർ സ്റ്റൈൽ എങ്ങനെ? അല്ല സഹോദര, ഇത്രയും പൈസ ചെലവാക്കി, 5-8 ലക്ഷം പൈസ ചെലവാക്കി അള്ളാന്റെ കൂലി ഇട്ടാൻ വേണ്ടി വന്ന് റസൂലുള്ള 3 വട്ടം പ്രാർത്ഥിച്ചത് മൊട്ടടിച്ച ആൾക്കാർ. നമ്മൾ മൊട്ടടിക്കാൻ തയ്യാറല്ല. ഈ ത്യാഗമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുടി മൊട്ടടിക്കൂല, അവിടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. മൊട്ടടിക്കണം ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്ക് മൊട്ടടിക്കാൻ പ്രയാസം, മുടി എല്ലായിടത്തുനിന്നും നീക്കാം. അവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക പറ്റൂല. സലാം വീട്ടാതെ നീച്ചു പോകണമായിട്ടുണ്ടാവും. 4 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടാതെ എണീറ്റ് പോകുന്ന പോലെ ഉണ്ടാകും. അപ്പൊ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടത്. അപ്പോ പിന്നെ സ്ത്രീകൾ ചെയ്യേണ്ടത്, റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ക്ലിപ്പ് നോക്കും. സ്ത്രീകൾ ഒരു വിരലിന്റെ അത്രയും നീളത്തിൽ അഗ്രഭാഗത്ത് നിന്ന് മുടി വെട്ടുകയാണ് വേണ്ടത്. ഇവിടെ ചിലപ്പോൾ ഹാജിമാർക്ക് സംഭവിക്കലെന്നറിയും. ചില ഹാജിമാരെങ്കിലും ഈ തിരക്കിന്റെ ഇടയിൽ ത്വാഫ് കഴിഞ്ഞു, സഅയി കഴിഞ്ഞു, ക്ഷീണിച്ച് റൂമിൽ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങിയിട്ടൊക്കെ എന്ത് ചെയ്യാ, മുടി മൊട്ടെടുക്കാൻ വരാന്ന് വിചാരിക്കും. ഈ നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ക്ഷീണം, കാല് വേദന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, കാല് പൊട്ടിയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് കിടന്നുറങ്ങി, നല്ല പുതച്ചു മൂടി കിടന്നുറങ്ങി, എന്തായി? അവന്റെ ഉംറനെ ബാധിച്ചു. കുറച്ചുകൂടി കിടക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ഒന്ന് കുളിച്ചിട്ട് വരാം, നന്നായി സോപ്പിട്ട് കുളിച്ച് പറ്റുമോ? ഇല്ല. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാം?
പെട്ടെന്ന് നമുക്കൊക്കെ എപ്പോഴും നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ് എന്ത്, ചില ആജിമാര് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ ബാർബർ ഷോപ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ പോവുക. പക്ഷെ അത് ചെയ്യൂല. റൂമിൽ പോയി പിന്നെ നമ്മൾ ഉച്ചക്ക് പോലെ കാണുന്ന സമയത്ത് മുടി അല്ല പിന്നെ കാക്കങ്ങൾ നിർത്തില്ല. ഇല്ല ഉസ്താദ്, ഞാൻ ഭയങ്കര ക്ഷീണം, വീട്ടിൽ റൂമിലൊക്കെ ഒന്ന് കിടന്നുറങ്ങി ഉഷാറായിട്ട്. അപ്പോൾ അവൻ്റെ പിന്നെ തഹലുലായിട്ടില്ല. എന്നിട്ട് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തും ചെയ്യും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് മുടി മൊട്ടടിക്കുക, അല്ലെങ്കിൽ മുടി ഫുള്ളായിട്ട് വെട്ടുക. സ്ത്രീകൾ മുടി എടുക്കുകയും ചെയ്യും. അതോടുകൂടി ഉംറയുടെ കർമ്മങ്ങൾ കഴിഞ്ഞു. മനസ്സിലായില്ല? അപ്പോൾ വളരെ സിമ്പിളാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക, തവാഫ് ചെയ്യുക, സഅയ് നടത്തുക, മുടി എടുക്കുക, കഴിഞ്ഞു. ഈ പ്രാർത്ഥനകളൊക്കെ സുന്നത്തുകളാണ്. ഇത് നന്നായി പഠിച്ച് പരിപൂർണമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇനി ഇൻഷാ അള്ളാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജമാലി ഉസ്താദും സിറാജ് ഉസ്താദും കാര്യങ്ങൾ പറയും. സംശയങ്ങളെ ചോദിക്കാം. കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.